പേര് PC തോമസ്, ഒരു അഭിഭാഷകനാണ്. ഞാൻ കൂടുതലും അഭിഭാഷക വൃത്തിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇടക്കാലത്ത് പൊളിറ്റിക്സിലേക്ക് ഒന്ന് കയറേണ്ടി വന്നു. അങ്ങനെ മൂവാറ്റുപുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഏതാണ്ട് 6 പ്രാവശ്യം അവിടെ നിന്ന് MP ആയി, ലോക്സഭാ അംഗമായി. അതിനുശേഷം അതിനിടയ്ക്ക് ഇടക്കാലത്ത് കേന്ദ്രത്തിൽ മന്ത്രിയുമായിരുന്നു. ഇപ്പോൾ ഞാൻ കേരള കോൺഗ്രസിൻ്റെ ശ്രീ PJ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് ചെയർമാനാണ്. ജോസഫ് സാറ് ചെയർമാനും ഞാൻ വർക്കിംഗ് ചെയർമാനുമാണ്. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ അഭിഭാഷക വൃത്തി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഇടയ്ക്ക് ചില കേസുകൾക്ക് സുപ്രീം കോടതിയിലും ഡൽഹിയിൽ പോകാറുണ്ട്. താങ്ക് യു. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ പറ്റി ഞാൻ പഠിച്ചത് ആദ്യകാലത്ത് ഒരു ക്ലാസ് കോട്ടയത്ത്, അന്ന് ഫാദർ PT ചാക്കോ കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ DCC പ്രസിഡൻ്റ് എന്ന നിലയ്ക്കും ഒക്കെ ആക്റ്റീവായിട്ട് കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കോട്ടയത്ത് ഒരു ക്ലാസ് പഠിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വന്ന് വെല്ലൂർ പോയി ഒരു ഹാർട്ട് ഓപ്പറേഷനൊക്കെ നടത്തി. അത് കഴിഞ്ഞ് ഇടക്കാലത്ത് ഞങ്ങൾ അവിടെ നിന്ന് താമസം കാഞ്ഞിരപ്പള്ളിക്കടുത്ത് വാഴൂർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്വദേശത്തേക്ക് മാറ്റി. അവിടെ മാറിക്കഴിഞ്ഞെങ്കിലും ഞാൻ ആദ്യകാലത്ത് സ്കൂളിൽ പോയില്ല. പക്ഷേ അത് കഴിഞ്ഞ് 3ാം ക്ലാസ്സിൽ കഴിഞ്ഞ് 4ാം ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ വാഴൂരുള്ള അടുത്തുള്ള ഒരു സ്കൂളിൽ, ഇളങ്ങോയി സ്കൂളിൽ 4ഉം 5ഉം ക്ലാസ്സുകൾ പഠിച്ചു. അതിനുശേഷം തിരുവനന്തപുരത്ത് ഫാദർ മന്ത്രിയായി തിരുവനന്തപുരത്തായിരുന്നത് കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളിൽ 6ഉം 7ഉം ക്ലാസ്സുകൾ പഠിച്ചു. 8ാം ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ സൈനിക് സ്കൂളിലേക്ക് ഉള്ള പരീക്ഷ എഴുതി എനിക്ക് കിട്ടി. അങ്ങനെ സൈനിക് സ്കൂളിലേക്ക് ചേർന്നു. സൈനിക് സ്കൂളിൽ അന്നത്തെ ഏജ് അനുസരിച്ച് 7th സ്റ്റാൻഡേർഡിലേക്കായിരുന്നു എന്നെ ചേർത്തത്. അപ്പോൾ 7, 8, 9, 10, 11 അപ് ടു 11th ഉണ്ടായിരുന്നു. അത്രയും ക്ലാസ് സൈനിക് സ്കൂളിൽ പഠിച്ചു. സൈനിക് സ്കൂളിൽ പഠിച്ചതിന് ശേഷം ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. അത് SB കോളേജിൽ ചങ്ങനാശ്ശേരിയിൽ BSc ഫിസിക്സ്, അന്ന് സ്പെഷ്യൽ BSc ഉണ്ടായിരുന്നു, അതിനകത്താണ് ഞാൻ ചേർന്നത്. അങ്ങനെ സ്പെഷ്യൽ BSc ഫിസിക്സിൽ 3 കൊല്ലം അവിടെ പഠിച്ചു. അവിടെ പഠിച്ചതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് ലോ കോളേജിൽ, ഗവൺമെൻറ് ലോ കോളേജിൽ പോയി LLB പഠിച്ച് 3 വർഷം കൊണ്ട് LLB പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ അഭിഭാഷക വൃത്തിയിലേക്ക് കടന്നു. താങ്ക് യു സോ മച്ച്. റോബിൻ സാർ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് റോബിൻ ജേക്കബ്. ഞാൻ എറണാകുളം സിദ്ധാർത്ഥ കോളേജിലെ ഇക്കണോമിക്സ് പ്രൊഫസറായിട്ട് HOD ഇടത് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് റിട്ടയർ ചെയ്തു. SB കോളേജിൽ 73 തൊട്ട് 80 വരെ പഠിച്ചു. സാറിൻ്റെ കാലഘട്ടം, PC തോമസ് സാറിൻ്റെ കാലഘട്ടം SBയിലെ? SB കോളേജിൽ 67-70 ആണ് എൻ്റെ ഓർമ്മ. ഫിസിക്സ് ആയിരുന്നല്ലേ? 70-73 ഫിസിക്സ് ആയിരുന്നല്ലേ? സാറ് ഫിസിക്സ് ആയിരുന്നു? ഞാൻ ഫിസിക്സ് ആയിരുന്നു. പ്രീ ഡിഗ്രിക്ക് എവിടെ പഠിച്ചെന്ന് പറഞ്ഞു സാർ? ഏതാ പ്രീ ഡിഗ്രിക്ക് എവിടെ പഠിച്ചത്? പ്രീ ഡിഗ്രി ആണെന്നില്ല, 11th കഴിഞ്ഞു. ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ നേരെ ഡിഗ്രിക്ക് കയറും. അത് കാരണം പ്രീ ഡിഗ്രിക്ക് പോകേണ്ടി വന്നില്ല. സാറിന് ചോദ്യങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് നമുക്ക് അമ്മാമ്മയെ ഒന്ന് പരിചയപ്പെട്ടാലോ? എൻ്റെ പേര് മേരിക്കുട്ടി. എൻ്റെ വീട് കണ്ണാടി എന്ന് പറയും, ആലപ്പി ഡിസ്ട്രിക്റ്റാണ്. ഇടയാടി ഔസേപ്പച്ചൻ്റെ മകൾ. ഞങ്ങൾ 12 മക്കളുണ്ട്. അതിൽ 4ാമത്തെ ആളാണ് ഞാൻ. പ്രൈമറി എഡ്യൂക്കേഷനൊക്കെ അവിടെ തന്നെയായിരുന്നു, കണ്ണാടിയിലായിരുന്നു. ഹൈസ്കൂൾ ചങ്ങനാശ്ശേരി സെൻറ്റ് ബെർട്ട്മാൻസിൻ്റെ തന്നെ സ്കൂളുണ്ടായിരുന്നു, അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി ഓൾ സെയിൻറ്റ്സ് കോളേജ് ട്രിവാൻഡ്രം അവിടെ ചെയ്തു. ഗ്രാജുവേഷൻ സെയിൻറ്റ് റിസസ് എറണാകുളം. അത് കഴിഞ്ഞിട്ട് പിന്നെ SB കോളേജിൽ MSc സുവോളജി ചെയ്തു. 2 വർഷം. SBയെ പറ്റി കൂടുതൽ ചോദ്യങ്ങൾ റോബിൻ സാർ തന്നെ ഒന്ന് ചോദിച്ചത്. ചോദ്യങ്ങളിലുപരി സാറേ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ ഇത്രയേറെ പ്രഗത്ഭമതികളെ സൃഷ്ടിച്ച ഒരു സ്ഥാപനമുണ്ടോ സംശയം എല്ലാവർക്കും പറയാനുണ്ടോ? ഒരുപാട്.
പ്രത്യേകിച്ച് എല്ലാ ഒരിക്കലും ഒരു ഹിന്ദി സാറാർക്ക് ഓർമ്മയുണ്ട്, ഒരു മന്ത്രിസഭയിൽ 4 മന്ത്രിമാർ കേരളത്തിലെ എസ് ബി കോളേജിലാണ്. ഉമ്മൻചാണ്ടി സാറ്, കെ സി ജോസഫ്, പി ജോസഫ് സാറ്, പിന്നെ അടൂർ പ്രകാശ്, 4 പേരും ഇതൊക്കെ അവിടെ വിറ്റിട്ടുണ്ട്. സാറിന് ഇത്രയ്ക്ക് പലപ്പോഴും നമ്മുടെ ഒരു വികാരം എന്ന് പറയുന്നത്, എസ് ബി ഒരു വികാരം എന്ന് പറയാറുണ്ട്. സാർ അതിനോട് ഇത് എങ്ങനെയാണ് ഇവരുടെ ഈ വളർച്ചയെ എസ് ബി കോളേജിൽ സഹായിച്ചത്? സാറിൻ്റെ രാഷ്ട്രീയ മേഖലയിലും വീക്ഷണത്തിലൊക്കെ അവിടുത്തെ ഒരു സാറിനുണ്ടായ ഇൻഫ്ലുവൻസ്. ഞാൻ എസ് ബി കോളേജിൽ 3 കൊല്ലം പഠിച്ചു. അവിടെ എസ് ബി കോളേജിൻ്റെ ഒരു ഹോസ്റ്റലിൽ സെൻറ്റ് ജോസഫ്സ് ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് പൗത്തിൽ ബിഷപ്പായിരുന്നു ഞങ്ങളുടെ അന്നത്തെ വാർഡൻ. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് അദ്ദേഹം ബിഷപ്പായി പോയി. അത് കഴിഞ്ഞപ്പോൾ വേറെ ആയി വാർഡൻ. ഞങ്ങൾ അവിടെ പഠിച്ചിരുന്ന കാലത്തും അതിന് മുമ്പുമൊക്കെ എനിക്കറിയാവുന്ന എൻ്റെ മൂത്ത പെങ്ങൾ അവിടെ MSc പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ എനിക്കറിയാവുന്നത് ആ കോളേജിൻ്റെ നല്ല ഒരു ശൈലിയുള്ള, നല്ല രീതിയിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉയർന്നു വരാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷണൽ സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് എസ് ബി കോളേജ്. ആ കോളേജിൽ പഠിക്കാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമാണ്. ആ 3 കൊല്ലം അവിടെ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക്, ഞാൻ സ്പെഷ്യൽ BSc ആയതുകൊണ്ട് സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല, അപ്പം മലയാളം ഒന്നും പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആകെയുള്ളത് ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ഉണ്ട്, പിന്നെ ഫിസിക്സ്, അതിൻ്റെ സബായിട്ടുള്ള കെമിസ്ട്രിയും മാത്സും ഉണ്ടായിരുന്നു. അങ്ങനെ കൂടുതലും ഫിസിക്സ് ആയിരുന്നു മെയിൻ. ഫിസിക്സും അതോടൊപ്പം ഉണ്ടായിരുന്ന സബായിട്ടുണ്ടായിരുന്ന 2 ലാംഗ്വേജും അല്ല 2 കെമിസ്ട്രിയും മാത്തമാറ്റിക്സും. അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ BSc സ്പെഷ്യൽ കോഴ്സ്. അത് കംപ്ലീറ്റ് ചെയ്തു. അത് എനിക്ക് ഒരു വലിയ കുഴപ്പമില്ലായിരുന്നു. എങ്കിലും അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ലോ കോളേജിൽ പോകണം എന്ന് വിചാരിച്ചതല്ല, MScക്ക് പോകണം എന്നായിരുന്നു ആദ്യമൊക്കെ തോന്നൽ. അവിടെയാണെങ്കിൽ തന്നെ MScക്ക്. പക്ഷേ എനിക്ക് സെക്കൻഡ് ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 59.9 ഉണ്ട്, പക്ഷേ 60 ആയില്ല. 60 ഇല്ലാത്തവർക്ക് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. അതെ, MSc കിട്ടാൻ പാടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഒരു ഭാഗ്യം എന്നിപ്പോൾ ഞാൻ കരുതുന്നു ഞാൻ ലോ കോളേജിൽ പഠിക്കാനായിട്ട് പോയി. ലോ കോളേജിൽ പഠിക്കാൻ പോയത് എനിക്ക് നല്ല അവസരം തന്നെയായിരുന്നു. കാരണം ഒരു ലീഗൽ നോളജ് കിട്ടുന്നു എന്ന് മാത്രമല്ല, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഏത് നിലയിൽ മുന്നോട്ട് പോകാനും പറ്റും. ഞാൻ ഇന്നലെ തൊടുപുഴ ബാർ അസോസിയേഷൻ്റെ, അവിടുത്തെ അഡ്വക്കേറ്റ്സിൻ്റെ ഒരു ഇൻവിറ്റേഷൻ പ്രകാരം അവിടുത്തെ ഒരു പരിപാടിക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അഭിഭാഷകൻ എന്നുള്ളത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. അത് നമ്മുടെ ഒരു കോട്ടിൻ്റെ ഗുണമാണ്. കറുത്ത ഒരു കോട്ട് നമ്മൾ ഇടുമല്ലോ, ആ കോട്ട് മാറിക്കഴിഞ്ഞാൽ മറ്റെന്ത് ജോലി ചെയ്യാനും പറ്റില്ല. വേറെ പല ജോലികൾക്കും അത് പറ്റില്ല. 2 ജോലി ഒരുമിച്ച് പറ്റത്തില്ല. അപ്പം ഇത് കുഴപ്പമില്ല, ശരിയാ. അപ്പോൾ ഉടനെ ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, MP ആയിരുന്നപ്പോൾ ഇവിടെ ഹൈക്കോടതിയിൽ വാദിക്കുമായിരുന്നു. ശരിയാ, ഞാൻ MP ആയിരുന്നപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. ഏതായാലും എനിക്ക് അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് അവിടെ നല്ല രീതിയിൽ ഉള്ള അവസരമായിട്ടാണ് ഞാനിത് കണ്ടത്. അത് നമ്മൾ ഈ ജീവിതത്തിലെ പല അവസരങ്ങളും എസ് ബി കോളേജിൽ പഠിച്ച വളരെ കണ്ടുമുട്ടാറുണ്ട്. അപ്പം ഇവരെല്ലാവരും പങ്കുവെക്കുന്ന ഒരു കാര്യം, SB ഒരു വികാരമാണ് പറയാറുള്ളതാണ്. അപ്പം ഞാനിവിടെ ആദ്യകാലത്ത് കൊച്ചിയിൽ വരുമ്പോഴും, ഇപ്പം ഞാൻ 31 വർഷം പഠിപ്പിച്ചു സെൻറ്റ് കോളേജിൽ. എൻ്റെ കോളേജ് ഏതെന്ന് ചോദിച്ചാൽ SB എന്ന് അറിയാതെ പറയുക, അത്രയ്ക്കൊരു ബന്ധമുണ്ട്. അത്ര ഒരു ബന്ധം വരാനുള്ള കാരണങ്ങൾ സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? അത്ര ഇൻറ്റിമസി ഈ സ്ഥാപനത്തോട്. ആ സ്ഥാപനത്തിൻ്റെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ, ശക്തമായ രീതിയിൽ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഹോസ്റ്റൽ ജീവിതം പ്രത്യേകിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിധത്തിൽ ഹോസ്റ്റൽ ജീവിതം ഉൾപ്പെടെ, നമ്മുടെ പാഠ്യവിഷയങ്ങളിലും സ്കൂൾ കോളേജിൽ ഉൾപ്പെടെ പാഠ്യേതര വിഷയങ്ങളിലും ഉണ്ട്. അപ്പം നല്ല രീതിയിലുള്ള അവിടെ ഒരു കല്ലറയ്ക്കൽ ഹോൾ എന്ന് പറഞ്ഞാൽ അവിടെ ചില ജനറൽ നോളജുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് പോകാനിട വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറേ കൂടി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരുമിച്ച് വരാനും, അങ്ങനെ വരുമ്പോൾ പൊതു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നൊരു കോളേജായിരുന്നു. അതൊരു പ്രത്യേകത എല്ലായിടത്തും ഇല്ല. പക്ഷേ SB കോളേജിൽ സബ്ജക്റ്റ് വൈസ് നോക്കിയാൽ അതും വളരെ ഏറ്റവും മുൻപന്തിയിൽ തന്നെയായിരുന്നു. അവിടെ സ്പെഷ്യൽ BSc ഒന്നും എല്ലാ കോളേജിലൊന്നും ഇല്ല. കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള സ്റ്റുഡൻസാണ് സാധാരണ രീതിയിൽ സ്പെഷ്യൽ BSc അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അന്ന് എനിക്ക് ഭാഗ്യവശാൽ കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. സാർ, ഇത് ഇവിടെ ഫാക്കൽറ്റിയോട് നോക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കേരളം മൊത്തം അറിയപ്പെടുന്ന, ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന പ്രഗത്ഭരായ അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു. പ്രഗത്ഭരായ സാർ ഇംഗ്ലീഷിൽ, അതെ, അവിടെ ഉണ്ടായിരുന്ന സാർ എക്കണോമിക്സിൽ വളരെ വളരെ മിടുക്കന്മാരായിട്ടുള്ള
നല്ല രീതിയിൽ എസ് തോമസ് സാർ പഠിപ്പിച്ചിട്ടുണ്ട് സാർ. പഠിപ്പിച്ചിട്ടുണ്ട്. തോമസ് സാർ ഞങ്ങൾ കുറച്ചാണ് ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ അറിയപ്പെടുന്ന വളരെ നല്ല അധ്യാപകരും അതോടൊപ്പം തന്നെ അവരുടെ പഠിപ്പിക്കുന്ന രീതിയും അതിന് തക്കതായ രീതിയിൽ കോളേജിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ടായിരുന്നു. കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ കോളേജിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ ഈ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ സ്പോർട്സിൻ്റെ കാര്യത്തിലും കലാപരമായിട്ടുള്ള കാര്യത്തിലുമൊക്കെ നമുക്ക് പ്രാവീണ്യം കിട്ടത്തക്ക വിധത്തിൽ ഉള്ള ഒരു പുഷ് കിട്ടുമായിരുന്നു. അത് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു കോളേജ് SB കോളേജായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. ഏതായാലും ഇത് ഒരു വേറൊരു ഭാഗ്യം സാറിൻ്റെ സഹധർമ്മിണിയും SB കോളേജിൽ പഠിച്ചതാണ്. അസത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മമ്മ എന്ന് വിളിച്ചപ്പോൾ എനിക്കെന്തോ പോലെ തോന്നി കേട്ടോ. അത് അവിടെ കൂടെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഉണ്ട് ഞങ്ങൾ ചേച്ചിമാരെന്ന് വിളിക്കാറുണ്ട്, അത്രേ ഉള്ളൂ, അമ്മാമ്മ വിളിയില്ല. ഇനി അതൊരു എന്താ പറയുക സാർ, ഒരു SB കോളേജുകാർ തന്നെ കൂടെ ഉള്ളതിനെ കുറിച്ച് സാറിൻ്റെ ഒരു അതെ അമ്മാമ്മയിൽ വരുന്നതിന് മുമ്പ് സാറിനോട് ഒരു ചോദ്യമാണ്. തിരുവനന്തപുരത്ത് സൈനിക് സ്കൂളിൽ പഠിച്ചു, ഹൈസ്കൂളും ഒക്കെ പഠിച്ചു, ചങ്ങനാശ്ശേരി വരാനുള്ള കാര്യം എന്താണ്? SBയിലോട്ട് വരാൻ സൈനിക് സ്കൂള് നല്ല ബേസായിരുന്നു, അവിടെ പഠിക്കാൻ പറ്റിയൊരു ഭാഗ്യമാണ്. അവിടുത്തെ കഴിഞ്ഞ് സാധാരണഗതിയിൽ മിലിറ്ററിയിലോ അല്ലെങ്കിൽ ഫോഴ്സിലോ ഒക്കെ പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എനിക്കന്ന് ഹൈറ്റ് തീരെ കുറവായിരുന്നു. അപ്പോൾ ഹൈറ്റ് വെച്ചുകൊണ്ട് എനിക്ക് ആദ്യത്തെ സെലക്ഷൻ കിട്ടാതെ പോയി. അതുകൊണ്ട് NDAയിലേക്ക് പോകാൻ പറ്റില്ല, നാഷണൽ ഡിഫൻസ് അക്കാദമി. NDA പോകാൻ പറ്റാത്തത് കൊണ്ട് ആണ് അടുത്ത കാര്യം ആലോചിച്ചത്. അങ്ങനെ ആലോചിച്ചപ്പോൾ ഏറ്റവും നല്ല ഒരവസരമായിട്ട് തോന്നിയത് SB കോളേജാണ്. SB കോളേജ് ചങ്ങനാശ്ശേരി. കാര്യം ഞങ്ങൾ അന്ന് താമസിച്ചുകൊണ്ടിരുന്നത് വാഴൂരായിരുന്നു, വലിയ ദൂരമില്ല എങ്കിലും ഒരു ഹോസ്റ്റൽ താമസിക്കാനേ പറ്റുള്ളൂ, എന്നും പോയി വരാവുന്ന ദൂരമല്ല. പക്ഷേ ഹോസ്റ്റൽ താമസിച്ചുകൊണ്ടുള്ള പഠിത്തം വളരെ നല്ലതായിരുന്നു. ഹോസ്റ്റലും വളരെ നല്ല രീതിയിലായിരുന്നു. അത് പൗത്തിൽ ബിഷപ്പ് അവിടെ ഞങ്ങളുടെ വാർഡനായിരുന്നപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇടയ്ക്ക് ഞാൻ ഓർക്കുന്നു, ഇടയ്ക്ക് ഞാനൊരു മ്യൂസിക് ഓപ്പറേറ്ററുമോ എൻ്റെ ഈ റേഡിയോ ഒക്കെ വെച്ച് കൊടുക്കുന്നത്, അതെ, പാട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പ്ലേറ്റ് വെക്കുന്ന ആ ജോലി എനിക്കായിരുന്നു. മോണിറ്ററല്ല, പക്ഷേ എൻ്റെ വേറൊരു പേരാണ് പറയുന്നത്. അപ്പോൾ ആ പേര് അത് എനിക്കറിയുന്നതുകൊണ്ട് ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ വൈകിട്ട് 8 മണിയോടുകൂടി ഞങ്ങൾക്ക് ഡിന്നറിന് ടൈം ആകുമ്പോൾ എല്ലാവരും ഉണ്ണാൻ പോകും. ഉണ്ണാൻ പോയിച്ച് വന്ന് കയറുന്ന ഉടനെ തന്നെ അവിടെ ഈ പാട്ട് വെച്ച് പോകണം. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കഴിച്ചിട്ട് പെട്ടെന്ന് വരും. പക്ഷെ വന്നപ്പോൾ ഒരു ദിവസം വന്ന് നിൽക്കുമ്പോഴും ഒരു 3 സ്റ്റുഡൻസ് പൗത്തിൽ ബിഷപ്പിനടുത്ത് പോകുന്നില്ല. അപ്പം ഞങ്ങൾക്കൊക്കെ താഴെ നിന്ന് ഞങ്ങൾ പറഞ്ഞു, അവന്മാർ ഭയങ്കര മണിയടിയാണ്. അന്നത്തെ ഒരു രീതിക്ക് അവർ ഭയങ്കര മണിയടിയാണ്. 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവർ പോകുന്നില്ല. അപ്പോൾ എനിക്കത് തോന്നി, ഇത് നല്ലൊരു പാര വെക്കണമല്ലോ. ഞാൻ അവിടെ ചെന്ന് ഉടനെ റെക്കോർഡ് പ്ലെയർ എടുത്തിട്ട് അന്ന് ഒരു പാട്ടുണ്ടായിരുന്നു, പാവനാം ആട്ടിടയാണ്. അതിന് മുമ്പ് തുടക്കം എങ്ങനെയാ, നേരത്തേക്ക് താഴെ എല്ലാവരും മണിയടിച്ചോണ്ടിരിക്കുകയെന്നുള്ള ബൗദ്ധ ബിഷപ്പിന് ശരിക്കും മനസ്സിലായി. ആ ബൗദ്ധ ബിഷപ്പ് ശരി എന്നൊക്കെ പറഞ്ഞ് അവരെ വിട്ടേച്ച് പതിയെ അതിലും വലിയൊരു പാര എനിക്ക് വെച്ചു. എന്നെ അങ്ങോട്ട് നിർത്തിയേച്ച് എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ അവിടെ താഴെ നിന്ന് എല്ലാവർക്കും നിർത്തിയേച്ച് എന്നോട് വിശേഷം പറഞ്ഞ് ഇവിടെ എന്നാ പറ്റിയെന്ന് പറഞ്ഞ് എന്നെ ചെവിയെ പിടിക്കുക. അപ്പം താഴെ വയ്ക്കുന്നവർ ചെവിക്ക് പിടിക്കുക. അപ്പോൾ എനിക്കിട്ട് കിട്ടിയ ഒരു പണിഷ്മെൻ്റായിട്ട് അവർ കാണും. അപ്പോൾ അവർ അയ്യോ ഉപദ്രവിക്കുന്നത് വെച്ചാ അത്രയും ഒന്നും ചെയ്തില്ല, ക്രൂരതയൊന്നും കാണിച്ചില്ല. എന്നാ തോമാച്ചൻ എല്ലാം മിടുക്കനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അത് ബൗദ്ധ ബിഷപ്പിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്, ഒരു പ്രത്യേകതയാണ്. ആ ഒരു കഴിവ് വാസ്തവത്തിൽ അത് അദ്ദേഹത്തിന് നല്ലതുപോലെ ഉണ്ടായിരുന്നത് മാത്രമല്ല, ആ ഒരു രീതി ഇംബൈബ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ അത് കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പല രീതിയിൽ അനുകരിക്കാനായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലപ്പം വിജയിച്ചിട്ടുണ്ടാവും. അത് ഹോസ്റ്റൽ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ സാർ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കും ഞാൻ പിടിക്കുന്ന മുതൽ എന്നെ ഒരു ഹോസ്റ്റലായിരുന്നു, സെന്റ് തോമസ് ഹോസ്റ്റൽ, സഹൃദയ ഹോസ്റ്റൽ, PG ഹോസ്റ്റൽ. ശരി. എന്തൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഞങ്ങൾക്ക് ഒരു സഹൃദയ സഹവാസി സംഗമം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഓർഗനൈസേഷനൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞ 50 വർഷമായതിൻ്റെ ഒരു മീറ്റൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റൽ ജീവിതം നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും അല്ലേ. വളരെ വ്യത്യസ്തമായ ആൾക്കാർ എവിടുന്നൊക്കെയോ വരുന്നു അല്ല, കേരളത്തിലെ എല്ലാ അവരുമായിട്ട് ഇടപെടുന്ന ഒരു അതിൻ്റെ ഒരു
ഒരു അനുഭവ പാരമ്പര്യം സാർ വളരെ ദൂരെ നോക്കിയുള്ള അതെ അതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് നമുക്കില്ലേ ഈ പുതിയ അപരിചിതന്മാരുമായിട്ട്. അല്ല, ഞാൻ എസ് ബി കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെ പലയിടത്തു നിന്നും ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ട്. ഈ മേൽക്കുട്ടിയുടെ ബ്രദേഴ്സ് 2 പേരെ ഹോസ്റ്റലുണ്ടായിരുന്നു. എൻ്റെ ഏതാണ്ട് ഈ കോളേജ് വരുന്ന ഒരാൾ ജോർജ് കുട്ടി എന്ന് പറയും, ഇപ്പോൾ അവര് താമസിക്കുകയാണ്. അദ്ദേഹവും പിന്നെ ജോസ് കുട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോട്ടയത്താണ്. അപ്പം ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ പലരും ഒന്നേ ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ല മാത്രമല്ല, ഇടുക്കി ജില്ല. അന്ന് ഇടുക്കി ജില്ല ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ആലപ്പുഴ ജില്ല, എറണാകുളം ജില്ല, അങ്ങ് ദൂരെ ദൂരെ കൊല്ലം ജില്ലയും ഒക്കെ ആളുണ്ട്. ഹരിപ്പാടുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഉള്ള ആളുകളുള്ള ഒരു കോളേജ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. എല്ലാ കമ്മ്യൂണിറ്റിയും ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഒരു ചന്ദ്രമോഹൻ നായർ, ഞാൻ ഹരിപ്പാടുകാരനായിരുന്നു. പക്ഷേ നല്ല പിടിക്കാനായിരുന്നു. അത് അവിടെയായിരുന്നു പഠിച്ചത്. ഹോസ്റ്റൽ ജീവിതത്തിൻ്റെ സ്ട്രെങ്ത് സാമ്പത്തികമായിട്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ, കൃഷി ബാക്ക്ഗ്രൗണ്ട്, കാർഷിക പിന്നെ വ്യവസായ പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം. സാരപ്പോലെ സാറൊരു അസംബ്ലി അനുഗ്രഹീത രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ ആളാണല്ലോ സാർ. അതെ, പിന്നെ തീർച്ചയായിട്ടും അവിടെ യൂണിയൻ ആക്ടിവിറ്റികളുണ്ട് കോളേജിൽ വരും. അങ്ങനെ കോളേജിൽ യൂണിയൻ അന്നില്ല. ഓഹോ, വേറെ ഏതോ ചില ആർട്സ് ക്ലബുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ചില ഒതല്ലോ വെച്ചത് മാക്ബത്ത് മാക്ബത്തിന്റെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉള്ളപ്പോഴാണ്, പക്ഷെ ഞാനൊന്നും അതിനകത്തില്ല. പക്ഷെ വേറെ ഏതോ ഒരു നാടകത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഈ ശകുന്തളം പറ്റാണോ? ശകുന്തളം അത് ഞാനുള്ളപ്പോൾ അല്ല. എനിക്ക് തോന്നുന്നു ഈ ആർട്സ് ആൻഡ് സയൻസ്, ആർട്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ചില കാര്യങ്ങളുണ്ടായിരുന്നത് വളരെ ഉപകരിക്കുമായിരുന്നു. കാരണം എല്ലാവരും അതിനകത്തൊക്കെ പല രീതിയിൽ താല്പര്യം ആകെപ്പാടെ അവിടെ പാട്ടും ഡാൻസും അല്ലെ അങ്ങനെയുള്ളതിനൊക്കെ എല്ലാവരും ഉണ്ട്. പക്ഷെ ഒരു പ്രസംഗം എന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ ഇച്ചിരി പാട്. അതിന് ഞങ്ങളൊക്കെ ഇച്ചിരി കുറേ കാര്യം നമ്മൾ ഉദാഹരണം പറയല്ലോ, ഓൾറൗണ്ട് ഡെവലപ്മെന്റ് എന്ന് പറയുന്നു. അവിടെയുള്ള കുട്ടികൾക്ക് അതിൻ്റെ സാഹചര്യങ്ങളുണ്ട്. അതിനുള്ള കായികമാണ്, കായികം, പാട്ട്, എല്ലാത്തിനും കഥ എഴുത്ത്. കായികത്തിൽ ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു. അവിടെ സ്ഥിരമായിട്ട് കളിക്കാനൊക്കെ പോകുന്ന ഒരു വലിയ ഗ്രൗണ്ട് സെന്റ് ജോസഫ് ഹോളിന്റെ ഒരു സൈഡിൽ ഗ്രൗണ്ടൊക്കെ വലിയ എനിക്ക് 3, 4, 5 ബാസ്കറ്റ്ബോൾ കോർട്ട്. ശരി, ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട് പലത്. ഹോക്കിയോ പിന്നെ ഫുട്ബോൾ കോർട്ട് വളരെ വലിയ ഫുട്ബോൾ കോർട്ട് എല്ലാം ഉണ്ടായിരുന്നു. ശരിയാണ്. അത് സ്പോർട്സിന്റെ കാര്യത്തിലും ഗെയിംസിന്റെ കാര്യത്തിലൊക്കെ വളരെ. അന്ന് സാറുള്ളപ്പോൾ ഇപ്പം ഞാനുള്ള സമയത്ത് 5 ഹോസ്റ്റലുകാരുണ്ട്. സെന്റ് ജോസഫ്സ്, സെന്റ് തോമസ്. അത് സാർ സമയത്തുണ്ടോ? അങ്ങനെ ഞാനുള്ളപ്പോൾ സെന്റ് ജോസഫ്സ്, അപ്പുറത്ത് സെന്റ് തോമസ്, പിന്നെ ന്യൂമാൻ ഹോസ്റ്റൽ, ഈ 4 മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്രയേ ഉള്ളായിരുന്നു തോന്നുന്നു. ഒത്തിരി ഒരാളുടെ നമ്മൾ ഇവരെല്ലാം പറയുമ്പോഴൊക്കെ ഞാൻ ആദ്യം വരുമ്പോഴൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണം തന്നെ ഒരു പരിചയമില്ലല്ലോ. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് ഇവിടെ എസ് ബി കോളേജ് പഠിക്കാൻ ആരെങ്കിലും ചോദിക്കും. ആരെങ്കിലും ഒരാളെ എവിടെയും കണ്ടു. ഡൽഹിയിൽ സാർ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. അല്ല, അദ്ദേഹം പറയുന്ന പൗത്രപിതാവ് പറയുന്ന ഒരു പോയിന്റ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഏതോ ഒരു കാര്യത്തിനെ പറ്റി പുള്ളി പറയുമ്പോൾ ജെന്റിൽമാനെ പറ്റി പറഞ്ഞതാണ്. എ ജെന്റിൽമാൻ ഈസ് വൺ ഹു ഡസ് നോട്ട് ഇൻഫ്ലിക്ട് പെയിൻ ഓൺ അതേഴ്സ്. ഭയങ്കര നല്ലൊരു കാര്യം. ഞാൻ ഇത് കാണാതെ പഠിച്ചതുകൊണ്ട് എൻ്റെ ലോക്സഭയിലെ ആദ്യത്തെ പ്രസംഗത്തിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തു. ഭയങ്കര കൈയടി കിട്ടുക. ഏതാ ഒന്നുകൂടെ പറയാമോ? ജെന്റിൽമാൻ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനാണ്. ജെന്റിൽമാൻ ഈസ് വൺ ഹു ഡസ് നോട്ട് ഇൻഫ്ലിക്ട് പെയിൻ ഓൺ അതേഴ്സ്. മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കാതെ മുന്നോട്ട് നീങ്ങുന്ന ആളുകളാണ് ജെന്റിൽമാൻ. അതൊരു നല്ലൊരു ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ പാർലമെൻറ്റിൽ പറഞ്ഞപ്പോൾ പോലും ഭയങ്കരമായ കൈയടി കിട്ടി. അന്നൊട്ടും പ്രതീക്ഷിച്ചല്ല. ആദ്യത്തെ ദിവസം പ്രസംഗിക്കാനായിട്ടൊന്നും അവസരം കിട്ടുന്നില്ല. പക്ഷേ ഞാൻ ഒറ്റയാനായിരുന്നുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ പേര് എഴുതി കൊടുത്തപ്പോഴത്തേക്ക് സ്പീക്കർക്ക് ഇത് എത്ര പേരുള്ള പാർട്ടി ഒന്നും ആണെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഇതൊരു വേറൊരു പാർട്ടിയല്ലേ, ലീഡർ, അതുകൊണ്ട് എഴുതി. ഞാൻ ഒറ്റയ്ക്ക് ഞാനാണ് ലീഡറും പ്രജയും എല്ലാം ഞാൻ എന്നുള്ളത് പറഞ്ഞില്ല. പക്ഷേ PC തോമസ് ലീഡർ എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ എഴുതി കേരള കോൺഗ്രസ്. അതുകൊണ്ട് എന്നെ പലരും ചോദിക്കുമായിരുന്നു, നിങ്ങളെ എങ്ങനെ വിളിച്ചപ്പോൾ ഒരു ഒറ്റ നമ്പർ പാർട്ടിക്കൊന്നും അവിടെ ചാൻസ് കിട്ടുന്നില്ല.
നമ്പർ ഓഫ് മെമ്പേഴ്സ് വെച്ചുകൊണ്ട് ഏതാണ്ട് 7-8 പാർട്ടികൾ വരെ കിട്ടും. പക്ഷേ അത് കഴിഞ്ഞ് താഴോട്ട് കിട്ടത്തില്ല. വേറെ പലർക്കും 5 മെമ്പർമാർക്കുള്ളതൊന്നും കിട്ടുന്നില്ല. പക്ഷേ എന്നെ വിളിച്ചു. അങ്ങനെ എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ പ്രസംഗിക്കാൻ പറ്റും. അപ്പോൾ ആ ജെന്റിൽമാൻ്റെ ഡെഫിനിഷനും പറയാൻ പറ്റും. അത് പൗത്രപിതാവിനെയാണ് ഞാൻ ഓർമ്മിക്കുന്നത്. പൗത്രപിതാവ് ഒരിക്കൽ ഞങ്ങളെ എപ്പോഴോ പഠിപ്പിച്ച ഒരു വാചകമാണ്. പഠിപ്പിച്ചതല്ല, പറയേണ്ടി വന്ന ഒരു സമയത്ത് പറഞ്ഞ ഒരു വാചകമാണ്. പക്ഷേ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യം. ഓക്കെ. സാറിൻ്റെ മനസ്സിലേക്ക് ഉണ്ടായിരുന്നിരിക്കുന്ന മറ്റേതെങ്കിലും അധ്യാപകരുണ്ടോ അവിടുത്തെ? ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലോ? അഗസ്റ്റിൻ സാർ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് നല്ല പ്രാവീണ്യമുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഓർക്കുന്നു. പിന്നെ മാധവൻ നായർ എന്ന് പറഞ്ഞൊരു മാധവൻ നായർ ഇംഗ്ലീഷിലുണ്ടായിരുന്നു. അങ്ങനെ സാറിൻ്റെ സമയത്ത് ബി ജെ അഗസ്റ്റിൻ സാറിന് ഷേക്സ്പിയർ അഗസ്റ്റിൻ, ബി ജെ അഗസ്റ്റിൻ സീനിയർ ഷേക്സ്പിയർ. അതെ 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 ഉണ്ടായിരുന്നു. പിന്നെ സീസർ സ്കറിയ സാർ അല്ലേ? സ്കറിയ സാർ മലയാളം. എസ് എൽ തോമസ് സാറ്, എസ് എം റാം സാർ ഉണ്ടായിരുന്നു അല്ലേ? ഫിസിക്സിൽ മെയിനായിട്ട് സാറിന് ഓർമ്മയുള്ള സാറുമാരാരൊക്കെയാണ്? ഫിസിക്സിൽ ഈ രാജു നാരായണ സ്വാമിയുടെ അച്ഛനോട് ചേർന്ന് രാജു നാരായണ സ്വാമിയുടെ അതുകൊണ്ട് അത് മാത്സിലായിരുന്നു. മാത്തമാറ്റിക്സിൽ ഒരു അയ്യർ സാറാണെന്ന് തോന്നുന്നു. ഫിസിക്സിലെ OS സെബാസ്റ്റ്യൻ സാറിൻ്റെ ഫാദർ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലെ എനിവേ പക്ഷേ അതെ അതെ. ഈ സാറ് ഹോസ്റ്റലിലായിരുന്നു പറഞ്ഞ് ഈ 3 വർഷം ഏറ്റവും അടുത്ത് 3 വർഷം ഇടപെട്ട ഒരു ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ സാർ ആരായിരിക്കും പറഞ്ഞാൽ? പഠിക്കുമ്പോൾ 3 വർഷം സാറിനെ ഒന്ന് കരിയറൊക്കെ മോൾഡ് ചെയ്യാനും കൂടെ നടക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും പറയാനും ഒക്കെ ഏറ്റവും അടുത്തുള്ള ആളായിരുന്നു എൻ്റെ ബ്രദറിലോ ജോർജ് കുട്ടി. അതുകൊണ്ടാണ് പെങ്ങളെ ജോർജ് കുട്ടി എൻ്റെ അടുത്ത സുഹൃത്ത്. ഞങ്ങളെ അതിൻ്റെ ഈക്വലേറ്റ് ആയിരുന്നു. അത് മാറ്റി നിർത്തിയാൽ അത് കൂടാതെ അന്ന് ഉണ്ടായിരുന്ന വേറൊരാള് പൊക്കം പറഞ്ഞ എവിടെയുള്ള പേര് ഞാൻ പറഞ്ഞു, കല്ലറയ്ക്കൽ. അവരൊക്കെ ഏത് നിലയിൽ എത്തിയെന്ന് സാറിന് ഇപ്പോൾ അറിയാമോ എന്തെങ്കിലുമൊക്കെ? ഏറ്റവും ഒരാൾ ഇവിടെ അടുത്ത് താമസമുണ്ട് ഇപ്പോൾ. ഏതോ ഒരു കാര്യത്തിൽ നിന്ന് റിട്ടയർ ചെയ്താണ്. പക്ഷേ ഏതോ എന്താണ് ഞാൻ ശരിക്കുള്ള അവിടെ ആ ഹോസ്റ്റലുണ്ടായിരുന്നതാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിലുണ്ടായിരുന്ന വേറെ പലരെയും എപ്പോഴൊക്കെ ഓർക്കാറുണ്ടെങ്കിലും പേര് കംപ്ലീറ്റ് ആയിട്ടൊന്നും പലരുടെയും അത്ര ഓർക്കുന്നില്ല. സാറ് ഒരു മാസത്തിൽ എത്ര തവണ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോകുമായിരുന്നു? അതോ SP കോളേജിലായിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും പോകത്തില്ലെങ്കിലും 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ശനി ഞായറൊക്കെ പോകാൻ സമ്മതിക്കുമായിരുന്നു. അങ്ങനെ പോകുമായിരുന്നു. അത് വലിയ ദൂരമില്ല. അവിടെ നിന്ന് ഒരു 30 കിലോമീറ്ററോ 40 കിലോമീറ്റർ വീട്. ചാമമ്പതൻ. കൊടുങ്ങൂരി എന്നിറങ്ങിയിട്ട് വേറെ ബസ് കയറി പോകണം. ഇടയ്ക്ക് ബസ്സില്ലാതെ വരുമ്പോൾ നടന്നും പോയിട്ടുണ്ടാവും. കൊടുങ്ങൂര് നിന്ന് ഒരു 4-5 കിലോമീറ്റർ വരും. സാറിൻ്റെ ഈ ഹോസ്റ്റൽ ജീവിതത്തിലും കോളേജ് ജീവിതത്തിലും ഓർമ്മിപ്പിച്ചെടുക്കുന്ന ഏറ്റവും രസകരമായ സംഭവം അല്ലെങ്കിൽ ദുഃഖകരമായ സംഭവം പറഞ്ഞാൽ എന്തായിരിക്കും? 3 വർഷത്തെ ഹോസ്റ്റൽ ജീവിതത്തിൽ ഹോസ്റ്റലിലോ കോളേജിലെയോ വിഷമിച്ചതും സന്തോഷിപ്പിച്ചതുമായ സംഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ? കോളേജിലെ സംഭവങ്ങളോ സ്പെഷ്യൽ BSc പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതലും ആ സബ്ജക്റ്റിനോടായിരുന്നു കൂടുതലും ഇൻട്രസ്റ്റ് വരത്തക്ക വിധത്തിൽ ഞങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നെങ്കിലും മറ്റ് മേഖലകളിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ കല്ലറയ്ക്കൽ ഹാളിൽ ചില ഫങ്ഷൻസ് വരുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്കും ചില അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ കിട്ടിയപ്പോൾ കല്ലറയ്ക്കൽ ഹാളിൽ എനിക്ക് തോന്നുന്നു അന്ന് കല്ലറയ്ക്കൽ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ പേര് കല്ലറയ്ക്കൽ അച്ഛൻ്റെ പേരിലാന്ന് തോന്നുന്നത് മോൺസിഞ്ഞോർ കല്ലറയ്ക്കൽ. അപ്പം ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ മോൺസിഞ്ഞോർ കല്ലറയ്ക്കൽ ഹാൾ എന്ന് പറയാൻ വന്നപ്പോൾ MSGR എന്നാണെങ്കിലും ഞാൻ MGR എന്നാണ് പറഞ്ഞത്. MGR വലിയ ഫേമസ് ആയിട്ടുള്ള MGR കല്ലറയ്ക്കൽ ഹാൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള പ്രതികരണം ഉണ്ടായി. പക്ഷെ അതെനിക്ക് മനസ്സിലായില്ല എല്ലാ കാര്യവും. കല്ലറയ്ക്കൽ ഹാളിനെ ഇത്ര കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അവർക്കെന്നെ ഒരു വിവരമില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ MGR എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മനസ്സിലായി MGR എന്ന് വലിയ നടനല്ലേ. MGR മലയാളിയായിരുന്നു.
പാലക്കാട് കോയമ്പത്തൂർ പാലക്കാട്. പാലക്കാട് സൈഡാണ്. അതെ. ഞാൻ എൻ്റെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി ഞാൻ പണ്ട് ഇടയ്ക്ക് വെല്ലൂർ പോയിരുന്നു. വെല്ലൂർ പോയപ്പോൾ അന്ന് ഫാദർ ഇവിടെ ഹോം മിനിസ്റ്ററാണ്. അതെ. ഹോം മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് ഒപ്പം ഉണ്ടായിരുന്ന IG, അന്ന് IG ഏറ്റവും ടോപ്പ് IG പുള്ളിയാണ് എല്ലാം അറേഞ്ച് ചെയ്തത്. കാരണം പുള്ളിക്ക് അവിടെ വലിയ പേഴ്സൺ ബന്ധമാണ്. അപ്പോൾ IG VP നായരാണ്. VP നായർ IG എന്നോട് പറഞ്ഞു ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് IG പറഞ്ഞത് പുള്ളി ടോപ്പിക്ക് പോയി ഹോസ്പിറ്റലിൽ വേറെ ഓപ്പറേഷൻ പോയാലും ഹാർട്ട് ഓപ്പറേഷൻ പോയപ്പോഴാണ്. ഹാർട്ട് ഓപ്പറേഷൻ പോയപ്പോഴത്തേക്ക് വെല്ലൂര് അത് അവിടെ കിട്ടാൻ നമുക്ക് ടൈം കിട്ടാനൊക്കെ വലിയ പ്രയാസമുള്ള വളരെ കുറച്ച് സ്ഥലത്ത് ആണ്. ഹാർട്ടിൻ്റെ അന്ന് അത് കിട്ടാൻ വേണ്ടി വളരെ പാടുപെട്ടാണെങ്കിലും അവിടെ പോകാൻ പറ്റാതെ ഒരു ദിവസം ചെന്നൈയിൽ നിൽക്കേണ്ടി വന്നു. അപ്പം ഈ VP നായരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ശിവാജി ഗണേശൻ. ശിവാജി ഗണേശൻ സ്വന്തമായി അപ്പോൾ ശിവാജി ഗണേശന് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് സ്വന്തം. അവിടെയാണ് ഞങ്ങളെ താമസിപ്പിച്ചത്. എന്നിട്ട് ശിവാജി ഗണേശനും കൂടെ കൂടി ഒരുമിച്ച് പടമൊക്കെ എടുത്ത് പിന്നെ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി ശിവാജി ഗണേശനെയൊക്കെ കൂടെ അവിടെ നിന്ന് ജമിനി ഗണേശനും ഉണ്ടായിരുന്നു അന്ന്. അവരുടെ ഷൂട്ടിങ്ങൊക്കെ കണ്ടു. അതൊരു വലിയ അനുഭവമായിരുന്നു. ഞാൻ പിന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇനിയൊരു ഹാർട്ട് ഓപ്പറേഷൻ വന്നത് നല്ലതായിരുന്നു. ഇതുപോലെ അവസരം കിട്ടും. സമയത്തുണ്ടോ അന്ന് ആയിട്ടില്ല. സത്യൻ പതിയെ ഉണ്ടായിരുന്നു. സത്യൻ വന്നു തുടങ്ങി. സത്യൻ കഴിഞ്ഞ നസീറും വന്നു തുടങ്ങിയായിരിക്കും. പഠിക്കുമ്പോൾ പക്ഷെ അന്നേരമില്ല. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഉള്ള വലിയ സിനിമ സ്റ്റാർസ് മലയാളികൾ. പിന്നെ ഞാൻ ലോ കോളേജൊക്കെ പഠിക്കുമ്പോൾ സത്യൻ, അത് കഴിഞ്ഞ് നസീർ, പിന്നെ മധു, അങ്ങനെയൊക്കെയായിരുന്നു. അതെ. അദ്ദേഹം എൻ്റെ ജസ്റ്റ് സീനിയറായിട്ടുണ്ട്. അദ്ദേഹം അവിടെ കഴിഞ്ഞിട്ടും പിന്നെ ഇവിടെ വെച്ചും ഞങ്ങൾക്ക് കൂടുതൽ ബന്ധം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി ജഡ്ജായിരിക്കുമ്പോൾ ഞാൻ അവിടെ കേസ് വാദിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ. പുള്ളി അവിടെ ഇതായിരുന്നപ്പോഴും പുള്ളിയൊരു നല്ല മിടുക്കനായിരുന്നു. ഇനി അമ്മമ്മയിലോട്ട് വന്നാലേ SB കോളേജിന് മുമ്പുള്ള കോളേജുകളും അമ്മമ്മ 2 വർഷം SBയിൽ ചിലവഴിച്ച കാലവും ഒന്ന് ഓർമ്മിച്ചെടുത്താൽ ഏത് സമയമായിരുന്നു ഏറ്റവും ബെറ്ററായിട്ട് അമ്മമ്മയ്ക്ക് തോന്നിയിരുന്നത്? അതൊരു സ്റ്റോറി ആയിട്ട് പറഞ്ഞാൽ മതി. നാട്ടിൻപുറത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് ഓൾ സയൻസിലോ കോളേജിൽ ആദ്യം പഠിച്ച 2 വർഷം. ഓൾ സയൻസ് ട്രിവാൻഡ്രം. അവിടെ നേരം ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് മാറി, ചങ്ങനാശ്ശേരി സൈഡിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറി അവിടെ. അങ്ങനെ അത് കുഴപ്പമില്ല, അങ്ങനെ പോയി. ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സെൻറ്റ് ക്രിസാസിലോട് ഗ്രാജുവേഷൻ ഇവിടെയാണ് വന്നത്, എറണാകുളത്ത്. ആ ടൈമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എറണാകുളത്ത് അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ നല്ലതായിട്ട് പഠിത്തവും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അന്ന് സെന്റ് തെരേസസ് മാരാസിലുമായിട്ടൊക്കെ കോമ്പറ്റീഷനോ ആ ലെവലിലൊക്കെ ഉണ്ടോ? ഇന്റർ കോളേജ് അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ സയൻസും കൂടെ ആയതുകൊണ്ട് കൂടുതൽ സമയവും ലാബിലും കോളേജൊക്കെ ആയിട്ട് ഹോസ്റ്റലുമായിട്ട് തൊട്ട് ഒരേ കോമ്പൗണ്ടായിരുന്നു ഹോസ്റ്റലും കോളേജും. എന്നാലും കോളേജിലെ ഒരു ചിരിക്കുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ പ്രയാസപ്പെട്ട സമയം? ഇതിനു മുമ്പ് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തപ്പം ബോട്ടയിൽ നിന്ന് തെന്നി വീണ കാര്യം, ഈ അന്ന് കടത്താണല്ലോ കിടങ്ങറയൊക്കെ, ആ ചാടിയ പോകില്ല വെള്ളത്തിൽ വീണ കാര്യവും പുസ്തകം നനഞ്ഞു ബ്ലൗസും ഷർട്ടും ഒക്കെ നനഞ്ഞു പോയ കാര്യവും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊന്നുമില്ല? എനിക്കെപ്പോഴും എനിക്ക് പ്രൊട്ടക്ഷൻ നല്ലപോലെ. ഞാൻ ബ്രദേഴ്സ് ഇഷ്ടം 8 പേരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അല്ല, അസംഷനില് SB പഠിക്കുമ്പോൾ അസംഷൻ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ അവിടുന്ന് വീട് വരെ പോകാൻ അധികം വലിയ ദൂരമൊന്നുമില്ല. എന്നാലും ആരെങ്കിലും വരും, കൊണ്ടുപോകും, ബാഗൊക്കെ ആരെങ്കിലും എടുക്കും, പിടിക്കും. എന്നെ കൊണ്ടൊന്നും പിടിപ്പിക്കത്തില്ല. അങ്ങനെയൊക്കെയായിരുന്നു. പഠിക്കുന്ന സമയത്തുള്ളതല്ലേ ഈ ആൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഉള്ളത് ഇവരേ ഉള്ളൂ. അത് സ്ട്രൈക്കിൽ നോക്കി നിൽക്കും നമുക്ക്. ചേച്ചിമാർ ചേച്ചിമാർക്ക് വലിയൊരു ഒരു ആദരവും സ്നേഹവും ഒക്കെ അവരുണ്ട് ചേച്ചിമാരുണ്ട്. സിസ്റ്റർ MSc സോളജി ആയിരുന്നു. അത് കഴിഞ്ഞുള്ള ലൈഫ് ജോലിയൊക്കെ അത് ബേസ്ഡ് ആണോ? അത് കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണം പിറ്റേ വർഷം ആയി. പിന്നെ
പിന്നെ കുഞ്ഞുങ്ങളായി അവരെ നോട്ടം ജോലിക്കൊന്നും പോയില്ല. വേറില്ല. ഓ അത് ശരി. വലിയ നല്ലൊരു ഫാമിലിയിലാണ്. സാറെങ്ങനെയാ ഈ ഒരു പ്രപ്പോസൽ വന്നത്? പഠനം കഴിഞ്ഞ ഉടനെ വന്നോ അതോ ജോലി ആയ പിന്നെ? അങ്ങനെ ഒരു അബദ്ധം എങ്ങനെയാ പറ്റിയത്? അല്ല അളിയെ കൂടെ നേരത്തെ കൂടെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അതന്നെ എനിക്ക് പറയാനുള്ളത്. ഇപ്പം ശരിക്കും അവിടുത്തെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിയുടെ ബ്രദേഴ്സ് രണ്ടുപേരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ മൊത്തം ആൾ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. പുള്ളിക്ക് ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധം വരുന്ന താല്പര്യം വന്നു കാണാം. അങ്ങനെ ആലോചന വന്നത്. ഏതായാലും കുട്ടനാടെന്ന് പറഞ്ഞ വലിയ ദൂരമല്ല, പറഞ്ഞ പോലെ അവിടെ നിന്ന് ഏതാനും കിലോമീറ്റർ ഉള്ളൂ. അതെ അതെ. അവർ പക്ഷേ അവരും കുട്ടനാടെന്ന് വേണേൽ പോയച്ച് വരാമെങ്കിൽ പോലും അന്നൊക്കെ ഈ പറഞ്ഞ പോലെ കടത്ത് കടന്നല്ലേ ഒരിക്കലും അങ്ങനെ ആ ഒരു പ്രയാസോർത്താണല്ലോ അത് ഒത്തിരി സമയം പോകും, ഒരുപാട് സമയം പോകും. ഒരു 6 മണിക്കൊക്കെ ആലപ്പുഴയിൽ നിന്ന് തിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് അവിടെയൊക്കെ ഉള്ളവർ കൂടുതൽ ഹോസ്റ്റലായിരിക്കും. അതെ, ഒരു ഹോസ്റ്റലായിരുന്നു. അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ. അത് ശരി. അന്നത്തെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ ഓർമ്മയുണ്ടോ? ബോയ്സോ ഗേൾസോ ആരെങ്കിലുമൊക്കെ പേര് പറയാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇപ്പം? അവരൊക്കെ ഏത് നിലയിൽ എത്തി? MSc പഠിച്ചത്. MSc പഠിച്ചതിന് ശേഷം വല്ലപ്പോഴും ഗെറ്റ് ടുഗദർ ഓക്കെ ഉണ്ടോ? അന്ന് 5 ബോയ്സേ ഉള്ളൂ, ബാക്കി 15 പേരും ഗേൾസ് ആയിരുന്നു. അത് ശരി. അവരൊക്കെ ഏത് നിലയിലെ ഹയസ്റ്റ് ലെവലിലെത്തിയ ആൾക്കാരെ ഓർമ്മയുണ്ടോ? അങ്ങനെ പറയാൻ ഓർമ്മയില്ല. ബാങ്കിലൊക്കെ ജോലി ചെയ്ത ഈ അസംഷൻ ഹോസ്റ്റൽ പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർമ്മയുണ്ട്. ഒരു ഹോസ്റ്റലിൻ്റെ പേര് എന്തോ ഒരു അവസരത്തിൽ അവിടെ പോയപ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ദർ ഈസ് ആൻ അൺനോൺ ലിസണർ ഓഫ് എവറി കോൺവെർസേഷൻ ഇല്ലേ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ വാർഡൻ അവിടെ ഇരിപ്പുള്ളായിരുന്നു. അൺനോൺ ലിസണർ. അതെ, റോങ് ആയിട്ടൊന്നും പറയണ്ടേ. അതെ അതെ. സാറിൻ്റെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഓർമ്മ പറയാനോ? പെട്ടെന്ന് നമ്മൾ അന്ന് പറഞ്ഞു വിട്ടുപോയ ഏതെങ്കിലും കാര്യങ്ങളുണ്ട്? എന്നാലും ഒരെണ്ണം നമ്മൾ ഇവരെ പറ്റി ഇവ ഇരിക്കുമ്പോൾ ഒന്ന് പറയാനും ചിരിപ്പിക്കാനും. അല്ല, ഒരുപാട് അനുഭവങ്ങൾ പഴയത്. സാറും ബേസിക്കലി ഇടുക്കി സൈഡിൽ നിന്നല്ലേ? എവിടുന്ന്? ഞാൻ മണ്ണമ്പേട ശരിക്കും ചനശ്ശേരിക്കാരനാണ്. അവിടെ പോയത് അപ്പം നമുക്ക് അധ്യാപകരായിരുന്നു. അവർ മണ്ണമ്പേട്ടി പോയി അവിടെ സെറ്റിൽ ചെയ്ത് അവിടെ നിന്നാണ്. അന്നൊക്കെ ഈ ഇടുക്കി സൈഡിൽ അവിടെയുള്ളവരൊക്കെ ഇവിടെ നിന്നൊക്കെ പോയവരാകും. എല്ലാവരും കൂടുതലും കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തുനിന്നുള്ള അങ്ങോട്ട് പോയി ആ ജില്ലയിൽ നിന്ന് പോയവർ ഒത്തിരിയുണ്ട്. SB കോളേജ് അല്ലാതെ സാറ് അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നോ? ഇനി അഥവാ ഇവിടെ SB കിട്ടും ആ കാലത്ത് ഇങ്ങനെയാണ് അഡ്മിഷൻ സീക്വൻസ്? അന്ന് SB കോളേജ് കിട്ടാൻ പാടില്ലായിരുന്നു. SB കോളേജ് നല്ല കോളേജുമാണ്. ഏറ്റവും ഇവിടുത്തെ കോളേജ് എന്ന് പറഞ്ഞാൽ SB കോളേജ് മാത്രമേ പഴയ കോളേജ് ചിന്തിച്ചുള്ളൂ. അതെ. അന്ന് എനിക്ക് സൈനിക് സ്കൂളിലെ 11th സ്റ്റാൻഡേർഡിന് മാർക്ക് വെച്ച് കിട്ടാൻ പാടുന്നില്ല, പെട്ടെന്ന് കിട്ടി. അത് കഴിഞ്ഞ് SB കോളേജിലെ ആ രീതി നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ എല്ലാം കൊണ്ടും വളരെ ഗുണകരമായിട്ട് തോന്നിയത്, പ്രയോജനപ്പെടുത്താൻ പറ്റിയത് കൂടുതലും എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് പോയി. ഇപ്പം ഞാൻ ലോ കോളേജിലൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ലോ കോളേജ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ചുകൂടി ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അന്ന് അവിടെയൊക്കെ SB കോളേജിൽ ഒട്ടും അനുവദിക്കത്ത് പോലില്ല. അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ അന്നൊന്നും വിദ്യാർത്ഥി രാഷ്ട്രീയം പോലും ഇല്ല. അപ്പം വിദ്യാർത്ഥി സംഘടനകളൊന്നും ഇല്ല അവിടെയൊന്നും. പക്ഷേ SB കോളേജിൽ മറ്റേ ലോ കോളേജ് ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഏരിയ തന്നെയായിപ്പോയി. വളരെ പ്രധാനപ്പെട്ട വളരെ പല ആളുകൾ SB ലോ കോളേജിൽ നിന്ന് പാസ്സായി പോയവർ പിന്നെ MLA MP ഒക്കെ ആയി മാറിയിട്ടുണ്ട്, മറ്റു രീതിയിലൊക്കെ പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരിയിലെ പ്രമുഖരായ വ്യക്തികൾ ആരെയാണ് സാർ ഓർക്കുന്നത്? ആ കാലഘട്ടത്തിൽ അന്നത്തെ പത്മനാഭൻ ഉണ്ട്. പത്മനാഭൻ എൻ്റെ പിതാവ് പിറ്റിച്ചാക്കോയുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. അത് കഴിഞ്ഞ് ഫാദർ മരിച്ചു കഴിഞ്ഞ്, മരിച്ചപ്പോൾ അദ്ദേഹം വന്നിരുന്നു. അതുകൂടാതെ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളെ കാണാൻ വേണ്ടി തന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്ന് ലഞ്ച് കഴിച്ച് ഒത്തിരി നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അദ്ദേഹത്തോട് വലിയ ആദരവ് ഞങ്ങൾക്കുണ്ട്. പത്മനാഭനോടുള്ള വാസ്തവത്തിൽ അത് കഴിഞ്ഞ് പിന്നീട് കേരള കോൺഗ്രസ് ഉണ്ടായപ്പോഴും പിറ്റിച്ചാക്കോടുള്ള ഒരു അടുപ്പം കൊണ്ടായിരിക്കാം. ഫാദർ കേരള കോൺഗ്രസ് അല്ല, കോൺഗ്രസ് ആയിരുന്നു. അത് കഴിഞ്ഞ് മരണത്തിന് ശേഷമാണ് കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടായത്. KM ജോർജ് സാറാണ് ആദ്യത്തെ ചെയർമാൻ. അങ്ങനെ ഉണ്ടായപ്പോഴും അതിന് കേരള കോൺഗ്രസിന് പേരിട്ടതും അന്ന് പത്മനാഭനാണ്. പത്മനാഭനാണ് അനൗൺസ് ചെയ്തത്, ഇത് പുതിയൊരു പാർട്ടിയാണ്,
കേരളത്തിന് വേണ്ടി, കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞാൻ കേരള കോൺഗ്രസ് എന്ന നാമകരണം ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ അറിവ്, ഞാനൊന്ന് ചെറുതാണ്, പക്ഷേ എനിക്ക് പിന്നെ കിട്ടിയ അറിവുകളാണ്. അവിടെ തിരുനക്കര മൈതാനത്ത് വലിയ ആൾക്കൂട്ടമുള്ള സമയത്ത് അവിടെ വെച്ച് ഡിക്ലെയർ ചെയ്താണ് പാർട്ടി ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ആദ്യത്തെ ഇലക്ഷൻ തന്നെ നല്ല റിസൾട്ടും ഉണ്ടായി. എല്ലാവരും ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ കേരള കോൺഗ്രസിന് ഒറ്റയ്ക്ക് 25 സീറ്റും കൂടെ വന്ന 2 സഹോദരന്മാരിൽ ഒരാളും ജയിച്ചു. അപ്പോൾ അങ്ങനെ 26 സീറ്റ് കിട്ടി. അന്ന് ഏറ്റവും വലിയ പാർട്ടി CPM ആണ്. CPM-ന് 40 സീറ്റ് അടുത്ത് കിട്ടി, 40. അത് കഴിഞ്ഞ് 33 സീറ്റ് കിട്ടിയ കോൺഗ്രസ് ആയിരുന്നു രണ്ടാമത്. 26 സീറ്റ് കിട്ടിയ കേരള കോൺഗ്രസ് മൂന്നാമത് കിട്ടി. അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റു പാർട്ടികളൊക്കെ. മുസ്ലിം ലീഗൊക്കെ 12 9 അപ്പോൾ എല്ലാവരും ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. അത് ശരി. മന്നത്ത് പത്മനാഭൻ മാറ്റി നിർത്തിയാൽ പിന്നീടുള്ള ഒരു വ്യക്തി ചങ്ങനാശ്ശേരിയുടെ ചെയർമാനോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് അന്നത്തെ കോളേജിൽ ഗസ്റ്റായിട്ടൊക്കെ വരാറുള്ള ആരെങ്കിലും? പ്രിൻസിപ്പൽ കളശ്ശേരി പിതാവായിരുന്നോ? കളശ്ശേരി പിതാവ് ഉണ്ടായിരുന്നു ആദ്യം. വലിയ അല്ല, കളശ്ശേരി കുറച്ചാണ്. അത് കഴിഞ്ഞ് മാറിയാണ്. ആരും ഇടയ്ക്ക് വന്നോന്ന് വെച്ചു. ചങ്ങനാശ്ശേരിയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളും നമ്മൾ തന്നെയായിരുന്നു. പക്ഷേ അല്ലാത്ത പല രീതിയിൽ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ വേറെയുമുണ്ട്. ഞങ്ങളുടെ പിന്നീട് ചെയർമാനായിട്ട് വന്ന CF തോമസ് സാറ്. CF തോമസ് പാർട്ടിയുടെ കേരള കോൺഗ്രസിൻ്റെ ചെയർമാനൊക്കെ ആയി തീർന്ന് മന്ത്രിയൊക്കെ ആയിരുന്നയാളാണ്. അദ്ദേഹത്തെ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം വളരെ പ്രായമുള്ള ആളൊന്നും അല്ലായിരുന്നു അന്ന്. അദ്ദേഹം ഏതാണ്ട് ഒരു ചെറുപ്പക്കാരിൽ ഒരു അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തെ അറിയപ്പെടുന്നതാണെന്നുള്ളത് എനിക്ക് അറിയാറുണ്ട്. ഒരു തമാശ ആയിക്കോട്ടെ. ഈ ഡിസിപ്ലിൻ കൂടുതൽ കൂടിയാലും പ്രശ്നമാണെന്ന് ഒരാളെ പറഞ്ഞത്. അവിടെ ഒരു പതിവുണ്ട്. സാറിൻ്റെ സമയത്തുള്ള നിങ്ങളുടെയൊക്കെ സമയത്തുണ്ട്. നമ്മൾ കോളേജിൽ വന്ന് ഒരു ബെല്ലടിക്കുന്ന സമയം, പ്രാർത്ഥനയുടെ സമയം, ആരൊക്കെ എവിടെയാണോ അവിടെ ഇവിടെ വന്നാലും ഒരു വലിയ കാഴ്ച. നമ്മൾ നടന്നു വരുന്ന വഴിക്കാണെങ്കിലും ആ ബെല്ലടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു പിന്നെ അടുത്ത ബെല്ലടിക്കാൻ അനങ്ങുള്ളൂ. ഇവർ ഈ കാലത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ ഫിലിപ്പേഴ്സാണ് പറഞ്ഞത് കേട്ടോ. ഡോക്ടർ ഫിലിപ്പേഴ്സിനോട് പഠിച്ചത് അദ്ദേഹം പറഞ്ഞത്. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാലത്ത് കൂടുതൽ പെട്ടെന്ന് ആഡ് ചെയ്ത് നിൽക്കുക. ഇവർ കളിച്ച് 2 ഗോൾ അവിടെ അടിച്ചു, ഇവിടെ 2 ഗോൾ അടിച്ച് നിൽക്കുക. അപ്പം ഈ ബെല്ലടിച്ച പുള്ളി അറ്റസ്റ്റായി. മറ്റാൾ കയറി ഒരു അടി ഡിസിപ്ലിൻ കൂടിയാലും പ്രശ്നമാണ്. അതുപോലെ വേറൊരു കുഴപ്പങ്ങളുണ്ട്. ബോളിന്റെ ഡിസിപ്ലിനില്ലല്ലോ. ബോൾ നേരെ ഇനി മുന്നോട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചാൽ, എനിക്കറിയാം സെലിൻ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ 14ാമത്തെ വയസ്സിലാണ് പിതാവ് മരിക്കുന്നത്. 3 സിസ്റ്റേഴ്സിൽ സാറ് ഒരാളേ ഉള്ളൂ. സാറ് ദുഃഖത്തിലായിരുന്നപ്പോഴും അവരെയൊക്കെ വളരെ ഇതായിട്ട് സാർ പോസിറ്റീവ് എനർജി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. സാറിൻ്റെ യഥാർത്ഥ പ്രയാസം എന്തായിരുന്നു? അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്, സൈനിക് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. സൈനിക് സ്കൂളിൽ അന്ന് ആദ്യം പാങ്ങോടായിരുന്നു സൈനിക് സ്കൂൾ. അത് കഴിഞ്ഞ് പിന്നീട് അത് കഴക്കൂട്ടത്തേക്ക് മാറി. കഴക്കൂട്ടത്താണ് ഇപ്പോൾ സൈനിക് സ്കൂൾ. പക്ഷേ പാങ്ങോട് എന്ന് പറയുന്ന മിലിറ്ററി ബാരക്സിനോടൊപ്പം ചേർന്നായിരുന്നു. അപ്പോൾ എല്ലാം വലിയ മിലിറ്ററിക്കാരുടെ മാർച്ചുമൊക്കെ ഡെയിലി കാണാം. അപ്പോൾ അന്ന് പ്രിൻസിപ്പൽ ഒരു കേണൽ സോമയ്യ എന്ന് പറഞ്ഞ ആളായിരുന്നു. അപ്പോൾ കേണൽ സോമയ്യ എന്നെ വിളിപ്പിച്ചു. പറഞ്ഞു യു ക്യാൻ ഗോ ഹോം. ഞാൻ വിചാരിച്ചു ഒരിക്കലും അങ്ങോട്ട് ചോദിച്ചാൽ സമ്മതിക്കാത്ത കേണൽ സോമയ്യ പൊക്കോളം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം. അങ്കിൾ എസ്കം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അങ്കിള് ഉണ്ടായിരുന്നു, ജോസി എബ്രഹാം എന്ന് പറഞ്ഞ ആളാണ്. ജോസി എബ്രഹാം അവിടെ വെച്ച് ഞാൻ വിളിച്ചോളാം. ജോസി എബ്രഹാം അവിടെ വന്ന് പ്രിൻസിപ്പലിനെ കണ്ട് എന്നെ കാര്യം പറഞ്ഞേച്ച് എന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പം പെട്ടെന്ന് എന്നെ പ്രിൻസിപ്പൽ നേരിട്ട് വിളിച്ചിട്ട് ഞാൻ ഗോഹം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയവും സന്തോഷമായി. ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പം എന്നെ ചോദിച്ചാൽ വിടാത്ത ആൾ ക്രമസമയം പറഞ്ഞനുസരിച്ച് ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയിന്ന്. അവിടെ നിന്ന് 4 മണിക്ക് മറ്റും പോന്ന്. ഞാൻ ആദ്യം പിറ്റേ ദിവസം മാജിക് ഷോ ഉണ്ട് അവിടെ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു, അയ്യോ ഇന്നെനിക്ക് പോകാൻ വയ്യ സാറേ, ഇന്നെനിക്ക് പോകാൻ വയ്യ, നാളെ മാജിക് ഷോ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോകാം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞാൽ യു ഗോ ടുഡേ ഇറ്റ്സെൽഫ്, ദെയർ ഈസ് എമർജൻസി എന്നാണ് പറഞ്ഞു. എന്നിട്ട് എന്നോട് കാര്യം പറഞ്ഞില്ല. ഞാൻ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് രാത്രി ആയപ്പോഴാണ് ചങ്ങനാശ്ശേരി വരെ കാറിലാണ് വരുന്നത്. വരുമ്പോൾ എന്നെ കൊണ്ടുവന്ന ഒരു അങ്കിളുണ്ട്. അങ്കിളും ഞാനും കൂടെ എന്നെ ഡ്രൈവറേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ വരുമ്പോൾ ചങ്ങനാശ്ശേരി വരുമ്പോഴത്തേക്കാണ് ഒരു അനൗൺസ്മെൻ്റ് കേൾക്കാം, PT ചാക്കോ എന്നൊക്കെ പറഞ്ഞ്. അന്നേരമാണ് എനിക്ക് ആദ്യം ഒരു ഐഡിയ കിട്ടുന്നത്. അതിനുമ്പോൾ ഒരു ഐഡിയ ഇല്ല.
അതുവരെ എന്നോട് പറഞ്ഞില്ല. ഈ 5 ഞാനും മണിക്കൂറും ഞെട്ടിപ്പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഉടനെ അങ്കിളിനോട് ചോദിച്ചു എന്നാ പറ്റിയത്. ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പി.ടി. ചാക്കോ നിര്യാതനായി എന്ന് എടുത്തു പറഞ്ഞാൽ കേട്ടില്ല. എന്നാലും പി.ടി. ചാക്കോയെ പറ്റി പറഞ്ഞ് ഒന്ന് അനൗൺസ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് സംശയമായി എന്തോ കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ ചോദിച്ച അവസാനം പുള്ളി പറഞ്ഞു അത് അങ്ങ് ചെല്ലുമ്പോൾ അറിയാം അവിടെ ഇനി നേരെ അങ്ങോട്ടിലേക്ക് പോകുക. അപ്പം അച്ഛൻ ഞങ്ങൾ വിളിക്കുന്നത്. അച്ഛൻ ആക്റ്റീവ് പൊളിറ്റീഷ്യൻ ആയിരുന്നെങ്കിലും ഇടയ്ക്ക് മന്ത്രിയായിരുന്നപ്പോൾ രാജിവെച്ച് കഴിഞ്ഞ് MLA ആയിരുന്നെങ്കിലും ഇടയ്ക്ക് കോടതി പോകുമായിരുന്നു. അങ്ങനെ കോടതിയിലൊരു കൊലക്കേസ് നടത്താനായിട്ട് സ്ഥലം കാണാനായിട്ട് കോഴിക്കോട് അടുത്ത് പോയതാണ്, കുറ്റ്യാടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ കുറ്റ്യാടി പോയി അവിടെ നിന്ന് സ്ഥലം കാണാനായിട്ട് പോയി കഴിഞ്ഞ് കാറ് പോകുന്ന സ്ഥലം കഴിഞ്ഞ് കുറേ ജീപ്പിൽ പോയി. ജീപ്പ് കഴിഞ്ഞ് പിന്നെ നടന്നു പോകണമായിരുന്നു. നടന്നു പോകുന്ന സ്ഥലത്ത് ഇടയ്ക്ക് പെട്ടെന്ന് പുള്ളിക്കൊരു ചെറിയ വേദന വന്നിട്ട് നിർത്തി അവിടെ ഒരു കട്ടിൽ കൊണ്ടിട്ട് അവിടെ കിടത്തി. അവിടെ വെച്ച് അവിടെ മരിക്കുന്നത്. അപ്പം അങ്ങനെ മരിച്ചു കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് കൊണ്ടുവരുമായിരുന്നു. ഇതിനെപ്പറ്റി തന്നെ അന്നൊക്കെ ഒരു പറച്ചിലുണ്ട്. പുള്ളിയെ ആരും അറിയിക്കാതെ പെട്ടെന്ന് കൊണ്ടുവരാൻ പുള്ളിയുടെ ചില എതിർപ്പുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ശ്രമിച്ചെന്നോ ഒക്കെ പറയുന്നു. പക്ഷേ തൃശ്ശൂർ വന്നപ്പോൾ തൃശ്ശൂർ DCC-കാരെല്ലാം കൂടെ പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ല, പി.ടി. ചാക്കോയ്ക്ക് എല്ലാ ആദരവ് കൊടുത്ത് കൊണ്ടുപോകണം. അതുകൊണ്ട് ഭയങ്കരമായിട്ട് പിന്നെ ഓപ്പൺ ജീപ്പിൽ വലിയ പ്രൊസഷനായിട്ടാണ് പോയത്. അത് കോട്ടയത്ത് എത്തിയപ്പോഴത്തേക്ക് 3 മണി മറ്റുമായി, ഉച്ച കഴിഞ്ഞു. അതുവരെ കാലത്ത് അവിടെ നിന്ന് പോന്നിട്ട് ഞാൻ പറഞ്ഞ അന്ന് അതിനകത്ത് പങ്കെടുക്കാനായിട്ട് അവിടെ രാത്രി പോയത് എനിക്കൊരു വലിയ ഷോക്കായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോഡിയില്ല, കാര്യം മനസ്സിലായി. പക്ഷേ അമ്മയും എല്ലാവരും കരയുക. അപ്പം അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. പിന്നെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ലായിരുന്നതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ അനിയന്മാർ 2 പേരുണ്ട്. എൻ്റെ ഏറ്റവും മൂത്ത 3 പെങ്ങന്മാരും പിന്നെ ഞാൻ പിന്നെ 2 അനിയന്മാരുണ്ട്. അപ്പോൾ അവരോട് ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പലപ്പോഴായിട്ട്. അതൊക്കെ ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ദൈവത്തിൻ്റെ നിശ്ചയം അനുസരിച്ച് ഫാദർ 49 വയസ്സിലാണ് മരിക്കുന്നത്. ഇത്ര വയസ്സേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്കൊക്കെ വലിയ വിഷമമാണ്. എനിക്ക് 13 വയസ്സേ ഉള്ളൂ. അനിയന്മാരായാലും ചെറുതാണല്ലോ. അവരോടൊക്കെ പറഞ്ഞ് ഞാൻ അവർക്കൊന്നും വിഷമം തോന്നാതിരിക്കാൻ വേണ്ടി പറയുമായിരുന്നു. അത് അമ്മയോട് പറയുമായിരുന്നു. അങ്ങനെയല്ല, ഈശോ ദൈവം എങ്ങനെയല്ല ചിന്തിച്ചിരിക്കുന്നത്, ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണമല്ലോ, നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു. ആർക്ക് സംഭവിക്കാവുന്ന അതേ ഉള്ളൂ. പക്ഷെ നമുക്കൊരിക്കലും താങ്ങാവുന്ന ഒരു നിരാശ ഒട്ടും. അതിലേറെ ദുഃഖം ഇപ്പം ഞങ്ങൾക്ക് വന്നു. ഞങ്ങളുടെ ഒരു മകൻ മരിച്ചുപോയി 42 വയസ്സിൽ. 2 വർഷം കഴിഞ്ഞ് 3-ാമത്തെ വർഷമാകുന്നു. അവന് ക്യാൻസറായിരുന്നു. അവനൊരു IT മേഖലയിൽ വർക്ക് ചെയ്യായിരുന്നു. അവനും വൈഫും 2 പേരും ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ കുടുംബസമേതം അവിടെ താമസിക്കുമ്പോഴായിരുന്നു. പിന്നെ അസുഖമായി കഴിഞ്ഞ് പിന്നെ ഇടക്കാലത്ത് കഴിഞ്ഞിട്ടില്ല. കൊറോണ ടൈമിൽ 1 മാസം ഒന്ന് വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവിടെ വന്നു. ഇവിടെ ഓൺലൈൻ ചെയ്താൽ മതിയല്ലോ. അപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവൻ എന്തോ ഒരു പ്രയാസം, വേദന ഇങ്ങനെ പുറത്തും കാണും. അപ്പം ചിലപ്പോൾ ഇരിപ്പിൻ്റെ ആയിരിക്കും, ഓഫീസ് ചെയറൊന്നും അല്ലല്ലോ. അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് നല്ല വേറെ ചെയറൊക്കെ മേടിച്ചു. പിന്നെ നടക്കാൻ പോയി. ജിമ്മിലൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. അവർ നടക്കാൻ പോകും. അങ്ങനെയൊക്കെ ചെയ്തിട്ടും അതുകൊണ്ട് മാറുന്നില്ല. അപ്പം ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു ടാബ്ലറ്റ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു 2 വീക്സ് കഴിച്ചപ്പോൾ മാറി. പക്ഷെ പിന്നെയും ഉടനെ തന്നെ പെയിൻ വരിക. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് ചെയ്തിട്ടുണ്ട്. സ്കാൻ ചെയ്തപ്പോൾ ലിംഫോമ എന്ന് കൺഫേം ചെയ്തു. പിന്നെ അവിടെ വന്നിരുന്നു ട്രീറ്റ്മെൻറ്റിനൊക്കെ അമേരിക്കയിൽ എല്ലാ ട്രീറ്റ്മെൻറ്റും ഹ്യൂസ്റ്റണിൽ MD ആൻഡേഴ്സണിലൊക്കെ വന്നിരുന്നു. അവിടെ ട്രീറ്റ്മെൻറ്റ് വന്നിരുന്നല്ലേ. നല്ലതായിട്ടൊക്കെ വന്നു. ട്രീറ്റ്മെന്റ് ഒക്കെ നല്ല പിന്നെ 2 മാസം കഴിഞ്ഞു. സാറേ, അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി അമ്മാമ്മയുടെ ഒരു ചെറിയ കാര്യം ചോദിച്ചാൽ, അമ്മാമ്മ ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ്. സഹോദരങ്ങളൊക്കെ എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെയായി? അവരും ഇതുപോലെ ഹൗസ് വൈഫായിട്ടാണോ സിസ്റ്റേഴ്സ് അല്ല, അതോ ആരെങ്കിലും ജോലി പോയിരുന്നോ? സിസ്റ്ററിന് മനസ്സിൽ തോന്നിയിരുന്നോ ജോലിക്ക് പോകണമെന്ന്? എനിക്കോ? അതിനുവേണ്ടിയാണോ പഠിച്ചതെന്നോ ചോദിക്കാം. അതിനുവേണ്ടിയല്ല പഠിച്ചത്. ഞാൻ അത്യാവശ്യം ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. പ്രത്യേകിച്ച് MP ആയി കഴിഞ്ഞപ്പോൾ ഈ വരുന്ന കത്തുകളൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വലിയ സ്റ്റാഫൊന്നും ഒരു ഡ്രൈവറും വേറെ ഡൽഹിയിലൊരു ക്ലാർക്കൊക്കെ ഉള്ളൂ. ഇവിടെ സ്ഥിരമായിട്ട് ആരുമില്ല.
അപ്പം ഞാൻ പറഞ്ഞ് നോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറുപടി തയ്യാറാക്കുമായിരുന്നു. മറുപടി കൈയക്ഷരമല്ല, നല്ല കൈയക്ഷരത്തിൽ നല്ലപോലെ എഴുതി, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതി എല്ലാവർക്കും ഏത് കത്തിനും മറുപടി അയക്കുമായിരുന്നു. അപ്പോൾ അതൊരു നല്ല കാര്യമായിരുന്നു. കാരണം അതൊരു ഫോളോ അപ്പ് നടത്തി കുറേ കാര്യങ്ങൾ. അതിന് എനിക്ക് കുറ്റവും പറഞ്ഞിട്ടുണ്ട് എന്നോട്, പാർട്ടി പോലും നോക്കാതെ ചെയ്യുന്നതാണോ, എതിരാളിക്ക് ഗുണം ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ. അത് തന്നെയല്ല, ഒരു അവസാനത്തെ ഒരു ഇലക്ഷൻ എന്നെ മാണി സാറ് ജോസ് കെ മാണി വന്നപ്പോൾ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങും ഇല്ലാതായി നിന്നപ്പോഴത്തേക്ക് ഞാനെന്നാൽ പൊളിറ്റിക്സ് നിർത്തി പ്രാക്ടീസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒറ്റയാന്മാർ 3-4 പേരുണ്ടായിരുന്നു പലർക്കും. അവരെല്ലാം കൂടെ എന്നെ നിർബന്ധിച്ച് പാർലമെൻറ്റിൽ ഒരു ചെറിയ ഫോറം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് ഫോറം എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ തുടങ്ങി. ഞാൻ ലീഡറായിട്ട് ഒരു ഫോറം, അതിനകത്ത് കാശ്മീരിൽ നിന്ന് ഒരാൾ, ബീഹാറിൽ നിന്ന് 2 പേര്, ഒരു ദാദ്ര നഗർ ഹവേലി ഒരാൾ, അങ്ങനെ 5 പേരായിരുന്നു. 5 അല്ല 6 പേരുണ്ടായിരുന്നു. പക്ഷെ ഒരാൾ ആക്റ്റീവ് അല്ലായിരുന്നു. 5 പേര് കൂടി പിന്നെ അത് പാർട്ടിയാക്കി ഒരു അൻവാറുൽ ഹക്ക് എന്ന് പറയുന്ന ബീഹാറുകാരനെ ചെയർമാനാക്കി. ഞാൻ പാർലമെൻ്ററി പാർട്ടി ലീഡറുമായി. അങ്ങനെ അത് നല്ല രീതിയിൽ പോയായിരുന്നു. IFDP, ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി. അങ്ങനെ മത്സരിച്ചപ്പോൾ സത്യത്തിൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ CPM-ൻ്റെയോ അല്ലാതെ ആരും ഇവിടെ ജയിക്കത്തില്ല, 2 മുന്നണി. അപ്പോൾ അത് കാരണം ഞാൻ 5 തെരഞ്ഞെടുപ്പ് ജയിച്ച ആൾ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നിന്നാൽ തോറ്റു പോകുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ നിന്നാൽ ജയിക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അന്ന് എനിക്കൊരു അവസരം ഉണ്ടായി. ഇടയ്ക്ക് എൻ്റെ ഞങ്ങൾ വേറൊരു പാർട്ടിയുടെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ നേതാവ് പറഞ്ഞു, യു മസ്റ്റ് കം ടു പാർലമെൻറ്റ് സംവേ ബിക്കോസ് യു ആർ വെരി ആക്റ്റീവ്, യു മസ്റ്റ് കം. അതുകൊണ്ട് വി വിൽ ഡു വൺ തിങ്, വി വിൽ ഫൈൻഡ് എ സീറ്റ് ഫോർ യു. യു കനോട്ട് വിൻ ഫ്രം കേരള നോബഡി ക്യാൻ. അദ്ദേഹം BJP യുടെ ആളാണ്. BJP വിചാരിച്ചാൽ എത്ര വോട്ട് കിട്ടും അവിടെ? അന്ന് 3 ലക്ഷത്തോളം വോട്ട് വേണം. പക്ഷേ എന്നോട് ചോദിച്ചാൽ അവിടെ എത്ര വോട്ട് അവർക്ക് കിട്ടിയത്? അപ്പോൾ 47,000 ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, യു ഷുഡ് നെവർ കണ്ടസ്റ്റ് ഫ്രം ദർ, യു ഫൈൻഡ് ഔട്ട് എ സീറ്റ് ആൻഡ് ടെൽ us എന്ന് പറഞ്ഞ് എന്നോട് അവസാനം അഡ്വാനിയാണ് പറയുകയാണ്, യു ടെൽ us എ സീറ്റ്, വി വിൽ ട്രൈ ടു ഗിവ് യു എന്ന് പറഞ്ഞ് അവസാനം ഞാൻ നോക്കുമ്പോൾ ദമൻ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, ഗോവ, ദമൻ ഡ്യൂ. അപ്പോൾ അവിടെ 1 ലക്ഷം പേരെ ഉള്ളൂ ആകെ. അതിൽ 15,000 പേര് മലയാളികളാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് ദാദ്ര നഗർ ഹവേലി എന്ന് പറയുന്നത് അതുപോലെ ഐലൻഡാണ്. അപ്പോൾ അവിടെയുള്ള ഒരു ആളെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു, ഒരു മോഹൻ ദിൽക്കർ. അയാൾ എന്നെ ഇന്ത്യ വിടത്തില്ല, മത്സരിക്കണം പറഞ്ഞു. ഒന്നും അറിയണ്ട, ഞങ്ങൾ ജയിപ്പിച്ചോളാം പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ പോയി ഞങ്ങൾ ചെറിയ പ്രചരണമൊക്കെ തുടങ്ങി. മറ്റേ അഡ്വാനി ഇടപെട്ട് ആ സീറ്റ് എന്നാൽ മത്സരിച്ചോളാം പറഞ്ഞു. അവർക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ച് പിന്നെ സാറില്ല, ഞാൻ ബിക്കോസ് we have to see that you come to parliament. അതുകൊണ്ട് you can contest എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കണ്ടസ്റ്റ് ചെയ്യാനൊക്കെ ഇരുന്നപ്പം പക്ഷേ തെരഞ്ഞെടുപ്പ് എടുക്കാറായപ്പോൾ എനിക്കൊരു വലിയ വിഷമം. ഞാൻ ഈ മൂവാറ്റുപുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് 5 പ്രാവശ്യം ജയിച്ചു. അവസാനമൊക്കെ എനിക്ക് 1,24,000 ഭൂരിപക്ഷമുണ്ട്, നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടുന്ന് മാറിപ്പോകാനൊരു വലിയ പ്രശ്നം. അത് കഴിഞ്ഞ് ഞാൻ അവരോടൊക്കെ പോയി പറഞ്ഞു, ഞാൻ മാറത്തില്ല, ഇവിടെ തന്നെ മത്സരിച്ചാൽ തോറ്റോട്ടെ എന്ന് രണ്ടും കൽപ്പിച്ച് അങ്ങനെ മത്സരിച്ചു. പക്ഷേ ഞാൻ ജയിച്ചു. അത് 529 വോട്ടിനായി ജയിച്ചു. റെക്കോർഡ് ചെയ്ത് ഇത് പത്രക്കാരനോട് ചോദിച്ചു, ഈ 1,25,000 ജയിച്ച ആള് വെറും 520 വോട്ടിന്, അതും പാർലമെന്റിലേക്ക് ജയിച്ചതിനകത്ത് വിഷമമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞില്ല, അതിനകത്തെ ഓരോ വോട്ടിനും 1,00,000 വോട്ടിൻ്റെ വിലയാണ്. അന്നൊന്നും ചിന്തിക്കത്തില്ല, 2 മുന്നണിക്കെതിരായിട്ട് UDF LDF അല്ലാതെ വേറെ ഒരാൾക്ക് ജയിക്കത്തില്ല. അപ്പം അങ്ങനെ അന്ന് ജയിച്ചു. അന്ന് ജയിക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യം. അത് കമ്മ്യൂണിറ്റി സാറിനെ ഹെൽപ്പ് ചെയ്തു, അതുകൊണ്ടൊക്കെ. അതെ. അത് കഴിഞ്ഞിട്ട് ആ ഇലക്ഷൻ തന്നെ ഒരിക്കൽ ഞാൻ എലഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, അവിടെ കൂടെ പാസ് ചെയ്തപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരത്തിൻ്റെ കൈവശത്തിലുള്ള ഒരു കത്ത് എന്നെ കൊണ്ട് ഒരാൾ കാണിച്ചു തുടങ്ങുക. സാറിന് ഞാൻ ഒരു എഴുത്തയച്ചു, പക്ഷേ സാറിൻ്റെ 3 മറുപടി വന്നു. അത് വേറെ ഒരാളുടെ അങ്ങനെ കിട്ടാറില്ല. എന്നിട്ട് പറഞ്ഞു, ശരിയാ 3 മറുപടി എന്ന് പറയുന്നത് ആദ്യം എനിക്ക് കത്ത് കിട്ടിയെന്ന് പറഞ്ഞ് ഒരെണ്ണം അയച്ചു, അത് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മന്ത്രി വന്നപ്പോൾ ആ മറുപടി അയച്ചു. പിന്നെ ആ കാര്യം സംഗതി ശരിയായെന്ന് പറഞ്ഞുകൊണ്ട് 3 കത്ത് അയച്ചു. അപ്പോൾ 3 കത്തുമായിട്ടാണ് വരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഭയങ്കര ഒരു കാര്യമാട്ടോ, അതുകൊണ്ട് ഇത്തവണ സാറിനാണ് ഞങ്ങളുടെ വോട്ട്. ഞാൻ പറഞ്ഞു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, അല്ല പുള്ളി തന്നെ ചോദിച്ചു, അല്ല പാർട്ടി ഒന്നും ചോദിക്കല്ലോ അല്ലേ, എൻ്റെ പാർട്ടി ചോദിക്കരുത് എന്ന് പറഞ്ഞു വെച്ച് പുള്ളി തന്നെ പറയാം, ഞാൻ CPM ആണ്, പക്ഷേ ഇപ്രാവശ്യം വോട്ട് അങ്ങനെ ജയിച്ചു. അതാകാണ്. അപ്പം
മേൽക്കുട്ടി ഒന്നും ചെയ്യുമല്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല. ചോദിച്ചു എന്നുള്ളേ ഉള്ളൂ. MSc എന്നുള്ളത് എനിക്ക് അത്യാവശ്യം വിവരമുണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ ചെറിയൊരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി മറുപടി വെച്ചു. ആദ്യമൊക്കെ ഞാൻ തന്നെയായിരുന്നു എഴുതുന്നത്. പിന്നെ ഞാനൊന്നും എഴുതണ്ട, ജസ്റ്റ് നോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അത് വെച്ചുകൊണ്ട് മറുപടി എല്ലാം കറക്റ്റായിട്ട് പോയായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു. അത് നല്ല ജോലിയായിരുന്നു. അല്ല, അത് വലിയ ജോലിയായിരുന്നു. അല്ല, അന്നത്തെ കാലത്ത് SBയിൽ ഒരു സീറ്റ് MSc ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രയിടത്തൊക്കെ പോയിട്ട് അങ്ങനെ ഒരു സീറ്റിൽ വരുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ മെഡിസിൻ കിട്ടാതെ ഒക്കെ വന്നവർ എങ്ങനെയും ഒരു ലെക്ചറർ ആവാനോ ഒക്കെ ഉള്ള ഒരു ഇതിനു വേണ്ടിയാണ് ആ ഒരു സീറ്റ്. ജോലിക്ക് വേണ്ടി അല്ല പഠിച്ചതെന്ന് പറയുമ്പോഴേ അത് ജസ്റ്റ് ഒരു ഇത് പറയും. സാറിൻ്റെ ബയോഗ്രഫി വായിക്കുമ്പം പാർലമെൻറ്റ് നടത്തിയ റബ്ബർ സമരം വലിയ ഹിറ്റായിട്ടാണ് കാണുന്നത്. അതിനെപ്പറ്റി ഒന്ന് സാറ് പറയാം. റബ്ബർ ഞാൻ പല സമരങ്ങളും നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും. അതിൽ റബ്ബർ മാത്രമല്ല, നമുക്ക് ഇവിടെ റെയിൽവേ സോൺ വേണം എന്ന് പറഞ്ഞ് ഞാൻ സമരം ചെയ്തിട്ടുണ്ട്. റെയിൽവേ സോൺ കേരളത്തിൽ ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. പക്ഷേ റബ്ബർ സമരം നടത്തിയത് റബ്ബർ ചുറ്റി ഉരുണ്ട് ഏറ്റവും കൂടുതൽ കേന്ദ്രത്തിൽ കൂടെ പോയത്, പാർലമെൻറ്റിൻ്റെ അതിലൂടെ പോയത്. പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഈ റബ്ബർ ഷീറ്റ് പാർലമെൻറ്റിനകത്ത് കയറ്റാൻ പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ബ്രീഫ് കേസ് ഉണ്ട്, ആ ബ്രീഫ് കേസിനകത്ത് ആരും അറിയാതെ ഒരെണ്ണം മടക്കി വെച്ചു, പെട്ടെന്ന് കാണത്തില്ല. അപ്പോൾ MP മാരുടെയാണെങ്കിൽ കടത്തി കൊടുക്കും. ഇതിനകത്ത് വേറെ അങ്ങനെ ദ്രോഹപരമായൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ചു ഞാനിതും കൊണ്ട് കയറി അവിടെ പോയിട്ട് സമയമായപ്പോഴത്തേക്ക് റബ്ബറിൻ്റെ ഇഷ്യൂവിൽ ഞാൻ ഒരു പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ ചാൻസ് വന്നപ്പോഴത്തേക്ക് ഞാൻ റബ്ബർ ഷീറ്റ് ഒന്ന് പൊക്കി. ഇപ്പോഴത്തേക്ക് ഭയങ്കര ബഹളം. ഇതെന്നാ ചിലരൊക്കെ പറഞ്ഞ് ബോംബാണോ? ചിലരൊക്കെ ഞാൻ പറഞ്ഞ് ബോംബൊന്നുമില്ല, ഇത് റബ്ബറാ, ഇത് കർഷകൻ്റെ പ്രയത്നത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. കർഷകൻ പ്രയത്നിച്ച് റബ്ബർ പാലായി വരുന്നത് പിന്നെ കർഷകനാണ് ഇങ്ങനെ ആക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഒന്ന് സോമനാഥ് ചാറ്റർജി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അങ്ങനെ പറഞ്ഞു, മിസ്റ്റർ തോമസ്, യു കനോട്ട് ഡു ദിസ്, ഐ ഹാവ് ടു ടേക്ക് ആക്ഷൻ അഗൻസ്റ്റ് യു. ഞാനത് കേൾക്കാത്ത പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെയും പറയാം റബ്ബറിൻ്റെ വെയിറ്റൊക്കെ പറഞ്ഞ് റബ്ബറിൻ്റെ ഗുണമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവസാനം പുള്ളി എന്നോട് പറഞ്ഞു, സി മിസ്റ്റർ തോമസ്, I have to quote the rule. See, as per this rule, you have to be ousted from the house. ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാതെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം അങ്ങനെ പറഞ്ഞു, മിസ്റ്റർ PC തോമസ് ഈസ് ഔസ്റ്റഡ് ഫ്രം ദ ലോക്സഭ. അങ്ങനെ പുറത്താക്കി. എത്ര ദിവസത്തേക്ക്? ആയിരിക്കും അല്ലേ? എൻ്റെ ആ സെഷൻ ആയിരിക്കും അല്ലേ? അതെ, ഏത് കൊല്ലം ഞാൻ അത് കഴിഞ്ഞിട്ട് അല്ല, എത്ര നാളത്തേക്ക് എന്നെ പുറത്താക്കിയത് ഇൻഡെഫിനിറ്റാണ്. അപ്പം പുറത്താക്കി രക്ഷയില്ല, പിന്നെ കയറാൻ പോലും വയ്യ. പക്ഷേ പിറ്റേ ദിവസം പുള്ളി ഒരാളെ വിട്ടു. സോമനാഥ് ചാറ്റർജി, തോമസ് യു പ്ലീസ് കം ആൻഡ് സീ മീ. ഞാൻ ചെന്നു പറയാം, എനിക്കിന്നലെ ഉറങ്ങാൻ പറ്റിയില്ല. ബിക്കോസ് ഐ ഹാവ് ഔസ്റ്റഡ് എ മെമ്പർ ലൈക്ക് യു. എ മെമ്പർ ലൈക്ക് യു ഐ ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. ഞാൻ പറഞ്ഞു, യു ഹാവ് ഡൺ ആസ് പെർ ദ റൂൾസ്. Wrong is on my part, but I did this because I wanted to make that a very big issue, and that has been done. But of course, I know very well, ഒരു കാരണവശാലും അങ്ങ് ചെയ്തത് തെറ്റല്ല എന്ന് പറയിപ്പിക്കാൻ നോക്കുമ്പോൾ പറയാം, മിസ്റ്റർ തോമസ്, എനിക്ക് ഉറക്കം വന്നില്ല, ഇനിയാണെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, സോ ഐ ആം ഗോയിങ് ടു ടേക്ക് യു ബാക്ക്. ഞാൻ പറഞ്ഞു, അങ്ങേക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഞാനതിനൊന്നും നോക്കുന്നില്ല. മറ്റേനെ നിങ്ങളെ പുറത്താക്കുന്ന ഞാൻ റൂൾ നോക്കിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടിരിക്കുന്ന ഞാൻ റൂൾ പോലും നോക്കുന്നുണ്ട്. യു ആർ ആസ്ക്ഡ് ടു കം ബാക്ക് ടു ദ ഹൗസ്. അതെനിക്കൊരു വലിയ ആശ്വാസമായി. അല്ല, ഞാൻ പറഞ്ഞ റബ്ബർ മാത്രമല്ല, വേറെ പല ഇഷ്യൂസിൽ നമ്മൾ കേരളത്തിലെ മലയാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് അവസാനം അത് ഡൽഹി കേരള കോൺഗ്രസിന് പേരുമായി. കേരള കോൺഗ്രസ് ഡൽഹി യൂണിറ്റ്. അപ്പോൾ കറണ്ടൊക്കെ ചോദിക്കുന്നത് കേരള കോൺഗ്രസ് ഡൽഹി യൂണിറ്റോ? ഇതന്നെ കേരള കോൺഗ്രസ് അല്ലേ നിങ്ങളുടെ പേര്? പിന്നെ ഡൽഹി യൂണിറ്റ്. ഡൽഹിയിൽ ലെറ്ററിൽ വേണേ ആകാവുന്നുണ്ട്, എവിടെ വേണേ ആകാവുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഡൽഹി യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പാർട്ടി ഭേദമന്യേ ആളുകൾ വന്ന് എല്ലാ പരിപാടിക്കും പോകും. നമ്മൾ പല കാര്യത്തിനു വേണ്ടി പോകും. പിന്നെ സാറ് ഒരു ഇൻഫ്ലുവൻഷൻ ആണല്ലോ ലീഡർഷിപ്പിലൂടെ, ഒരു പാലമാണല്ലോ. അവിടെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനെടുക്കാനൊക്കെ പല ഇഷ്യൂസ് റേസ് ചെയ്യുമായിരുന്നു. ഇഷ്യൂസ് റേസ് ചെയ്യാനായിട്ട് പല രീതിയിൽ നമുക്ക് പറ്റും. ഒന്ന്, നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യുന്ന മാർഗങ്ങളൊക്കെ. പിന്നെ അതല്ലാതെ നിയമം ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളുണ്ട്. അതെനിക്ക് ഞാൻ പഠിച്ച് അതനുസരിച്ച് ചില എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എന്നെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഒരു ഇതിനകത്ത്
ഞാനൊരു ഒരു പ്രത്യേക ഒരു ഒരു വകുപ്പ് വെച്ചുകൊണ്ട് ഒരു കിട്ടു. എന്നിട്ട് എന്നെ വിളിച്ചില്ല. വിളിച്ചില്ല. ഞാൻ പറഞ്ഞു എന്നെ വിളിക്കണം. ആസ് പെർ ദിസ് റൂൾസ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്പീക്കർ ടു കോൾ മീ. അപ്പോൾ പുള്ളിക്കാർക്ക് നോക്കി പറഞ്ഞു യെസ് മിസ്റ്റർ തോമസ് യു ക്യാൻ സബ്മിറ്റ് പറഞ്ഞു. അപ്പം എനിക്ക് പറയാൻ പറ്റി. അപ്പം ഞാൻ ഏതോ ഒരു നിയമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ നിയമം പഠിച്ചാൽ അത് വളരെ പ്രയോജനകരമായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു അവസരമാണ് പാർലമെൻറ്റ്. ഏത് ടോപ്പിക്കിലും നമുക്ക് ഉത്തരം പറയാൻ, പ്രത്യേകിച്ച് ലോക്സഭയിലൊക്കെ ആണെങ്കിൽ പാർലമെൻറ്റിലൊക്കെ നമ്മൾ റൂൾസ് ചട്ടങ്ങൾ ശരിക്കും പഠിച്ചാൽ അത് വെച്ച് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അത് വെച്ച് നമ്മൾ വേറെ ഒരാളെ പിടിക്കാനും പറ്റും മനസ്സിലാക്കിയ രീതിയിൽ. അത് ഗുണകരമാകും ഒത്തിരി. അത് ലോയുടെ പഠിക്കാൻ പറ്റിയതിൻ്റെ ഒരു പിന്നെ ഞാൻ ആക്റ്റീവ് പ്രാക്ടീസിലായിരുന്നു തൊടുപുഴയിൽ. പ്രാക്ടീസിലായിരുന്നു ഞാൻ. സത്യത്തിൽ ഇന്നലെ എന്നെ അവർ വിളിച്ചിട്ട് ഞാൻ പോയെന്ന് ഞാൻ പറഞ്ഞു. അവിടെ പോയപ്പോൾ ഞാൻ അവിടെ പ്രസംഗിച്ച് പറയുകയും ചെയ്തു. കാരണം വിദ്യാസാഗർ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു, അതിൽ അഡ്വക്കേറ്റാണ്. പുള്ളി അടിമാലക്കാരനാണ്. പുള്ളി ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരു ബാച്ചാണ്. പുള്ളി അങ്ങോട്ട് മാറും ഏതായാലും. എന്നിട്ട് പുള്ളി എന്നെ നിർബന്ധിക്കുക, താൻ വരണം, താൻ വരണം. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനു വരുന്നു, എനിക്കിവിടെ രാമപിള്ള സാർ എൻ്റെ സീനിയറിൻ്റെ പുള്ളി ഹൈക്കോടതിയോട് പോയപ്പോൾ ഓഫീസ് വരെ എനിക്ക് സ്വന്തമായി ഓഫീസ് വരെയായി, ഞാനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞാൽ. പക്ഷേ പുള്ളി എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം പുള്ളി പറയുന്ന ഇതാ, ഏറ്റവും അധികം കൊലക്കേസുള്ള സ്ഥലം ഏതാണെന്നറിയാമോ? അത് ഞങ്ങളുടെ ജില്ലയാണ്, ഇടുക്കി ജില്ലയാണ്. ശരിയാ, കണക്കനുസരിച്ച് അങ്ങനെയായിരുന്നു. അവസാനം നീ വരുവാണെങ്കിൽ കേസ് മുഴുവൻ നിൻ്റെ ഇരിക്കും. പുള്ളി ഒരു കാര്യം കൂടെ പറയും, ഇപ്പോൾ അവിടെയുള്ള മിടുക്കന്മാരായ വക്കീലന്മാരായാലും കൊലക്കേസ് നടത്തി പരിചയമില്ല, എനിക്ക് ഇച്ചിരി പരിചയമുണ്ടല്ലോ. അത് വെച്ചുകൊണ്ട് അങ്ങനെ അവസാന നിമിഷത്തിൽ ഞാൻ പ്ലാൻ ചെയ്ത് സമ്മതിച്ച് പോയത് ഗുണമുണ്ടായി. അവസാനം ഏറ്റവും വലിയ ക്രിമിനൽ ലോയറായി. പ്രത്യേകിച്ച് കൊലക്കേസ് ഏറ്റവും കൂടുതൽ ഞാനായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ അസംബ്ലി ഇലക്ഷൻ നടത്താനായിട്ട് എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. വാഴൂർ ഇലക്ഷൻ നാരായണക്കുറുപ്പ് സാർ ഞങ്ങളോടായിരുന്നു. അദ്ദേഹം വേറെ പാർട്ടിയിലേക്ക് പോയി. അപ്പോൾ അവിടെ വേക്കൻ്റായി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളെ നിർത്താൻ വേണ്ടി മാണിസാറിനോടെയാണ്. മാണിസാറ് അവിടെ ആരുമില്ല, ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് 4 പേര് തമ്മിൽ ഭയങ്കര അടിയാണ്, ആർക്ക് സീറ്റ് വേണമെന്നുള്ളത്. അപ്പോൾ ആ 4 പേരും എന്നെ കാണും. എന്നെ ചോദിക്കും, സാറേ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തന്നില്ല സാർ നിൽക്കാം. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി 4 പേരും ഭയങ്കര അടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 4 പേരും കൂടെ ഒരുമിച്ച് വന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കാം. ചുമ്മാ പറഞ്ഞാൽ എനിക്കറിയാം ഒരിക്കലും നടക്കത്തില്ലെന്നറിയാം, കാരണം ഇവർ അതുപോലെ അടിയാണ്. അവസാനം സീറ്റ് മാണിസാറ് വിട്ടുകൊടുക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ഈ 4 പേരും കൂടെ വന്ന് ഞാൻ അന്നൊരു കേസ് നടത്തിക്കൊണ്ടിരിക്കുക. 12 മണിക്ക് തൊട്ട് അവരെത്തി. വൈകിട്ട് 5:30 കഴിഞ്ഞ് 6 മണി കഴിഞ്ഞിട്ട് എന്നെ കാണാൻ പറ്റിയത്. രാത്രി 12:30 വരെ ഇരുന്ന് സംസാരിച്ചു. അവസാനം എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. അങ്ങനെ വാഴൂർ മത്സരിക്കാൻ തീരുമാനിച്ചു. വാഴൂർ 1987 87 ആദ്യം അങ്ങനെ വാഴൂർ മത്സരിച്ചു. കാനം രാജേന്ദ്രൻ ഞാനുമായിട്ട് മത്സരിച്ചു. കാനം ജയിച്ചു, ഞാൻ തോറ്റുപോയി. എന്നിട്ട് വോട്ട് എണ്ണിയത് ചങ്ങനാശ്ശേരിയില്ല. ചങ്ങനാശ്ശേരിയിലെ അവിടുത്തെ അല്ല സ്കൂളിൽ അവിടെ വെച്ചാൽ. അപ്പോൾ കൗണ്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നപ്പം ഞാനും രാജേന്ദ്രനും കൂടെ ഇറങ്ങി വന്ന് കാനം രാജേന്ദ്രനെ ഞാൻ ഓപ്പൺ ജീപ്പൊക്കെ കയറ്റി കൈ കൊടുത്താണ് ഞാൻ വിട്ടത്. അപ്പോൾ അവിടെ ഭയങ്കര കാർച്ച ഉറക്കെ. ഞാൻ നോക്കി ഞങ്ങളുടെ പാർട്ടിക്കാരെന്ന് മനസ്സിലായി ഓടിച്ചു. ഞാൻ പറഞ്ഞു തോറ്റെന്നിരിക്കും, പിന്നെ ശ്രമിക്കാമെന്നേ. ഒരിക്കൽ തോറ്റെന്ന് വിചാരിച്ച എൻ്റെ പ്രശ്നം. തോറ്റതിലെല്ലാം ഞങ്ങൾക്ക് പ്രശ്നം. ആ പറഞ്ഞ വാക്ക് ഞാൻ പറയുന്നില്ല, ആ പുള്ളിക്ക് എന്തിനാ കൈ കൊടുത്തു? ഞാൻ പറഞ്ഞ അയാളല്ലേ ജയിച്ചത്. സാറിന് അവിടെ പോയി കൊലക്കേസ് നടത്തണം, അല്ലാതെ ഇവിടെ നിൽക്കണമെന്നില്ല. ഇവന്മാരുടെ ഈ നിർബന്ധം അല്ല, ഈ ബുദ്ധി കണ്ടിട്ടാണ് ഞാൻ അവസാനം ആക്റ്റീവായത്. ഞാൻ ശനി ഞായറും ഓടി പോകുമായിരുന്നു. ഞാൻ വാഴൂർ നിയോജകമണ്ഡലം ആരോട് ചോദിക്കാം, ആ 4 പേരുടെ പേര് പറയുന്നതിന് സാറിന് ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് ഈപ്പൻ വർഗീസായിരുന്നു, അല്ല ഈപ്പൻ ജേക്കബ് പുള്ളി, പിന്നെ KA ആൻ്റണി, പിന്നെ ഒരു PM ജോസ്, കങ്ങട ജോസ് അറിയപ്പെടുന്നത്, പിന്നെ മാത്യു സാറ് ഒരു വാഴൂരിനകത്ത് തന്നെയാണ്. ഇവരെല്ലാം വാഴൂർ അകത്ത് വരും. അപ്പോൾ ആ പുള്ളിയും ഒരു വാകത്താനത്ത് വരും. അപ്പം പുള്ളിയും നിൽക്കാൻ ആഗ്രഹിക്കും. 4 പേരും തമ്മിലാണ് പിടുത്തം. ഏതായാലും അന്ന് തോറ്റ് കഴിഞ്ഞ് ഇവരുടെ ഈ താല്പര്യം കാരണം, ഇവരുടെ ഈ വിഷമം കാരണം വാഴൂർ തിരിച്ചു പിടിക്കണം എന്ന ആഗ്രഹത്തിൽ ഞാൻ ശനി ഞായർ ഓടി ഇവിടുന്ന് അങ്ങ് പോകും. തൊടുപുഴ പോയി ശനി ഞായർ അവിടെ പദയാത്രയും മറ്റൊക്കെ നടത്തി ആക്റ്റീവായി. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ വന്നപ്പോൾ മാണിസാറിനെ വിളിച്ചു പറഞ്ഞു, നീ പാർലമെൻറ്റ് നിൽക്കണം. ഞാൻ പറഞ്ഞു, മാണിസാറിന് എനിക്ക് വാഴൂർ തിരിച്ചു പിടിക്കണം. വേണ്ട, അങ്ങനെ അമിത മോഹമൊന്നും വേണ്ട. നിൻ്റെ പിതാവ് സാക്ഷാൽ PT ചാക്കോ അവിടെ നിന്നപ്പോൾ എത്ര വോട്ട് നയിച്ചതറിയാവും?
81 വോട്ടിന് അത് ജയിച്ചത് ശരി. അസംബ്ലിയിൽ. അതുകൊണ്ടേ അത്ര വലിയ അമിത പോകുന്നു വേണ്ട. അത് ശരി. പുള്ളി എന്തിനാ സമ്മതിക്കില്ല. പിന്നെ അവസാനം ഞാൻ എൻ്റെ നിർബന്ധത്തിലാണ് നടത്തിയത്. പക്ഷേ മറ്റേ പാർലമെൻറ്റ് ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് നിൽക്കാൻ പറഞ്ഞ് പുള്ളി പാർലമെൻറ്റ് വിൽ ബി മച്ച് ബെറ്റർ ഫോർ യു എന്നൊക്കെ പറഞ്ഞ് പിന്നെ പാർലമെൻറ്റിൽ നിർത്തി. പാർലമെൻറ്റ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആക്റ്റീവ് ആയിരുന്നു. സാറ് 6 പ്രാവശ്യം ഈ പൊളിറ്റിക്സിൽ എങ്ങനെയാണ് പെട്ടെന്നൊരു വര കയറാൻ സാറ് പഠിക്കുകയായിരുന്നല്ലോ, എങ്ങനെ ഈ പൊളിറ്റിക്സിലെ ആ എൻട്രി പോയിന്റ് ഏതാണ്? പൊളിറ്റിക്സിലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ എന്നുള്ളത് ശരിയാണ്. തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. പക്ഷേ ആ കോമ്പറ്റീഷനിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താനായിട്ട് പറ്റിയില്ലെങ്കിൽ ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആളുകളുടെ ആ ഒരു സ്പിരിറ്റ് അത് ഏത് പാർട്ടിയിലും ഉണ്ട്, പല രീതിയിലുണ്ട്. അത് ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ വളരെ കാര്യമായിട്ടുണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു ഉത്തേജനമാവും. അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. കെ എം ജോർജ് സാറിനെ പറ്റി 2 വാക്ക് ഓർമ്മയിൽ എന്താ? സാർ കണ്ടിട്ടില്ലേ? അതിനെ ജോർജ് സാറിനെ എനിക്കറിയാം. ജോർജ് സാറ് ഞാൻ തൊടുപുഴ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ജോർജ് സാറിനെ അവിടെ പോയി കണ്ടിട്ടുണ്ട്. ജോർജ് സാറ് നല്ല മനുഷ്യനായിരുന്നു. പുള്ളി കേരള കോൺഗ്രസ് ഉണ്ടായപ്പോൾ ആദ്യമൊക്കെ പുള്ളി വരത്തില്ലെന്നാണ് വിചാരിച്ചത്. കാരണം പുള്ളിക്ക് അവിടെ വലിയ മന്ത്രിസ്ഥാനമൊക്കെ കൊടുക്കാനായിട്ട് അന്ന് കോൺഗ്രസ് തയ്യാറായി. കോൺഗ്രസ്സായിരുന്നു. അതെ. അപ്പോൾ പുള്ളി അവിടെ പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പുള്ളി പോയില്ല. അവസാനം പുള്ളി കേരള കോൺഗ്രസിനോട് നിന്ന് പുള്ളിയെ ചെയർമാനാക്കി. ചെയർമാൻ എന്നുള്ളതിലേക്കൊന്നും അല്ലാതെ തൊടുപുഴയായിരുന്നുകൊണ്ട് പല കാര്യത്തിലും ഞാൻ പോയി കാണുകയൊക്കെ ചെയ്യണം. പുള്ളി ഒരു നല്ല മനുഷ്യനായിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞാലും. നാരായണ കുറുപ്പ് സാറിനെ പറ്റി 1 വാക്ക് പറഞ്ഞാൽ എന്തായിരിക്കും? കുറുപ്പ് സാർ നല്ലൊരു നല്ല മിടുക്കനായിരുന്നു. ഞങ്ങൾക്കൊക്കെ വലിയ താല്പര്യമായിരുന്നു. കാരണം ഞങ്ങളുടെ പഴയ ഒരു MLA ആയിരുന്നത് എൻ്റെ ഫാദർ പി ടി ചാക്കോ അവിടെ നിന്ന് ലീഗൽ ഞാൻ പറഞ്ഞില്ലേ കഷ്ടിച്ചയച്ചെന്ന്. അതിനടുത്ത പ്രാവശ്യം വൈക്കത്ത് പോയി VK വേലപ്പിനെ കൊണ്ട് നിർത്തിയാണ് ജയിപ്പിച്ചത്. പുള്ളി പാലായിക്കടുത്ത് മീനച്ചിൽ വന്ന് ജയിച്ചു. 64 പുള്ളി മരിച്ചു ഓഗസ്റ്റിൽ. 64 അവരുടെ പാർട്ടിയിലും പ്രശ്നമുണ്ടായി. പുള്ളിയെ ചില മാറ്റി നിർത്തുമ്പോൾ പുള്ളി രാജിവെച്ചു. എന്തോ ശങ്കറിനെ എതിർപ്പുണ്ടെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് പുള്ളി രാജിവെച്ചു. മന്ത്രിസ്ഥാനം രാജിവെച്ച് നിൽക്കുമ്പോഴാണ് പുള്ളി പിന്നെയും ആക്റ്റീവ് പ്രാക്ടീസിലൊക്കെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷേ പുള്ളി മരിച്ചു കഴിഞ്ഞ് ഒരു കുറച്ച് നാളുകൂടെ കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാം കൂടെ കൂടി പുള്ളിയോട് അടുപ്പമുണ്ടായിരുന്നവർ കൂടിയാണ് കേരള കോൺഗ്രസിന് പോകാൻ കൊടുത്തത്. എല്ലാവരും വന്നില്ല. ഏറ്റവും അടുത്ത പുള്ളിയുടെ ചില ആളുകൾ വന്നില്ല. എനിക്കറിയാം. ഒരു ആർക്കുന്നകാരനൊരു DM പുള്ളി ഫാദറിൻ്റെ ഏറ്റവും അടുത്തയാളാണ്. എനിക്ക് കേരള കോൺഗ്രസിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കോൺഗ്രസ് വിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആർക്കാ? ഫാദർ പിരിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പാർട്ടി ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ഒരു പാർട്ടി എന്നോട് ചിലപ്പോൾ അത് ചോദിക്കും. ഞാനും പറയും ഞാൻ അദ്ദേഹത്തെ പോലെ തന്നെയാണ്. അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നുകൊണ്ട് കോൺഗ്രസ് ആയിട്ട് തന്നെ ആയിരുന്നു. ഞാൻ കേരള കോൺഗ്രസ് ആയിട്ട് അതിൽ നിന്ന് പോകത്തില്ല എന്ന് പറയും. അങ്ങനെ പറയുമ്പോഴേ പിന്നെ മറുപടി പറയും. അല്ല, ഞാൻ പറഞ്ഞ പുള്ളി എന്നോട് ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ നിർബന്ധിക്കരുത്, നമുക്ക് വേറെ പാർട്ടി ഉണ്ടാക്കാൻ എന്നൊന്നും ചിന്തിക്കേണ്ട പറയും. അപ്പോൾ പുള്ളി അതിന് തയ്യാറില്ലാന്ന് തോന്നുന്നു. പക്ഷേ പുള്ളിയുടെ മരണത്തിന് ശേഷം പുള്ളിയോടൊപ്പം ഉണ്ടായിരുന്നവരെ അതുപോലെ തഴയുമായിരുന്നു. അവരങ്ങ് ഒന്നുമില്ലാതെ. അതുകൊണ്ട് അവർ ആലോചിച്ചു, അങ്ങനെ പാർട്ടി നന്നായിട്ട് മുന്നേറുകയും ചെയ്തു. പിന്നെ പാർട്ടിയിൽ ഒരുപാട് ഭിന്നതകളൊക്കെ വന്ന് വളരും തോറും മാണിസാറല്ലേ പറഞ്ഞത്. മാണിസാറോട് ഈ പാർട്ടി വളരുന്നതല്ലേ ഞാൻ ചോദിക്കുക. അങ്ങനെയാ, വളരും തോറും പിളരും, പക്ഷെ പിളരും തോറും വളരും. മാണിസാറിന് ഇങ്ങനെയുള്ള വലിയ കഴിവുണ്ട് പറയാൻ. കുറുപ്പ് സാറ് ഞങ്ങളുടെ കൂടെ വന്ന് വേറൊരാള് മരിച്ചു പോയപ്പം പള്ളി MP ആയി, അല്ല MLA ആയി. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടി ജയിച്ചെന്നായിരിക്കും. അടുത്ത ഇലക്ഷൻ വന്നപ്പോൾ പുള്ളി വേറെ പാർട്ടിയിലേക്ക് പോയി. അങ്ങനെ വന്നപ്പോഴാണ് ഒരു വേക്കൻസി വന്നത്. പക്ഷെ കുറുപ്പ് സാറ് ഞങ്ങളുമായിട്ട് നല്ല എടുപ്പായിരുന്നു. ഞാനത് കഴിഞ്ഞ് പോയി കാണുകയൊക്കെ ചെയ്യാറ്. ഉറപ്പിനെ കുറിച്ച് പറയുമല്ലോ. ആ കാലത്ത് പുള്ളി ട്രാൻസ്പോർട്ട് മിനിസ്റ്ററൊക്കെ ആയിരുന്നു. നല്ലൊരു എക്കോ ഉണ്ടാക്കുമായിരുന്നു. സാറിന്റെ വീട് എനിക്ക് എപ്പോഴും നല്ല പരിചയം. നെടുമണ്ണി, നെത്തല്ലൂർ കവലയെന്ന്. നെടുമണ്ണിയായിരുന്നു. ഞാനവിടെ പോയി പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെ, ഇപ്പൊ ജയരാജ് സാറും ആ കോർണർ വീടുണ്ടല്ലോ. ഞങ്ങൾ 2 പാർട്ടിയിലായിരുന്നപ്പോഴും കാണുമായിരുന്നു. അതെ നല്ല മനുഷ്യനായിരുന്നു. അതെ. സാറ് രാഷ്ട്രീയത്തിൽ പോയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വക്കീലായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് പോയനായിരുന്നു. രാഷ്ട്രീയത്തിൽ പോയില്ലായിരുന്നു, ഞാൻ ഇവിടുത്തെ കുക്കായി മാറിയത്.
സാധൊരു വലിയ അതല്ല, രാഷ്ട്രീയത്തിൽ പോയതുകൊണ്ട് ഞാൻ കാണുന്ന ഒരു ഗുണം ഈ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു വലിയൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മേഖലയാണ് ഈ രാഷ്ട്രീയം. രാഷ്ട്രീയ രംഗത്ത് അത് ഏത് നമുക്ക് പാർട്ടിയിലും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കാൻ പറ്റുന്ന മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. ഇന്ന് കാലത്ത് ഇവിടെ നിന്ന് ഒരാളോട് പറഞ്ഞു, ഓരോ ആളുകൾ വിളിച്ച് പറയാം ഒരു കാര്യം, വിളിച്ച് പറഞ്ഞാൽ അത് അയാൾ ചെയ്താൽ പുള്ളിക്ക് വലിയൊരു ഗുണമുണ്ട്. കുറച്ച് മുമ്പ് നിങ്ങൾ വരുന്ന കുറച്ച് മുമ്പ് വിളിച്ച് പറഞ്ഞു, അയ്യോ ശരിയായി കേട്ടോ, അയാൾ അത് ചെയ്തു തന്നു. അങ്ങനെ നമ്മളെ പല കാര്യത്തിലും നമുക്കിപ്പം പൈസ കൊടുത്ത് ആരെയും ചിലപ്പോൾ സഹായിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇതുപോലെ പല രീതിയിൽ പലരെയും സഹായിക്കാൻ പറ്റും എന്നുള്ളത് ഓർക്കുമ്പോൾ ഞാൻ അഭിഭാഷക വൃത്തിയിൽ എനിക്ക് നല്ല നേട്ടം ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ആ രംഗത്ത് ഷൈൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയെങ്കിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെ ഈ വലിയൊരു ഭാഗ്യം ഈ സാറിനെ ഐഡന്റിഫൈ കേരളത്തിൽ ജനങ്ങൾ അറിയുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഇത് വെച്ചാണല്ലോ. രാഷ്ട്രീയ രംഗത്ത് ഉള്ള ഏറ്റവും നല്ല ഗുണം ഞാൻ വിചാരിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാമെന്നുള്ളതാണ്. നമ്മൾ ഞങ്ങളൊക്കെ വിചാരിക്കുന്ന ബൈബിളിൽ പറയുന്നു സഹോദര സ്നേഹമാണ്. സഹോദരനെ പോലെ കാണണം എല്ലാവരെയും. എല്ലാവരെയും സഹോദരനെ പോലെ കാണണം എന്ന് പറഞ്ഞാൽ ചുമ്മാ പോയി സഹോദരനെ കെട്ടിപ്പിടിക്കാനല്ല പറയുന്നത്, സഹോദരനെ സഹായിക്കുക, അതാ ചെയ്യേണ്ടത്. അത് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു വേദിയാണ് രാഷ്ട്രീയ രംഗം. പല എതിർ